അവൻ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്യമാണ്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ സമയത്ത് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം. ദൈവമക്കളെ, നിങ്ങൾ പാർക്കുന്ന വീടിന്റെ ഇരുവശത്തുമുള്ള തെങ്ങുകളില്ലേ, അല്ലെങ്കിൽ വാഴയോ, അല്ലെങ്കിൽ അവൻ ചില്ലുകളോ, അതിനും അവൻ മുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന അവൻ കാക്കയുടെ കുഞ്ഞുങ്ങളുടെ കൂടില്ലേ, ആ കാക്കക്കൂട്ടിനകത്ത് സ്തോത്രം ആ കുഞ്ഞുങ്ങൾ ശബ്ദിക്കുന്നത് താഴെ താമസിക്കുന്ന നിങ്ങൾ പോലും കേട്ടിട്ടില്ല. അവൻ തള്ളക്കാക്കയുടെ കരച്ചിലും അതിന്റെ കൂക്കം വിളിയും ഒക്കെ നിങ്ങൾ കേൾക്കും. പക്ഷേ ആ കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി ഒരിക്കലും നിങ്ങളും ഞാനും കേൾക്കത്തില്ല. ഇനി സ്വർഗത്തിൽ കേൾക്കുമോ? കേൾക്കത്തില്ല. കോടാനുകോടി ദൈവദൂതന്മാർ രാപ്പകൽ ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയാം ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്രാ ചർച്ച് മൗനമായിരിക്കുന്ന പോലെയല്ല സ്വർഗം ഇരിക്കുന്നത്. 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഞാൻ ഒരു ദൂത് ഇങ്ങനെ പറയാ, ഇവിടെ ആരാധിക്കാത്തവനെ സ്വർഗത്തിലേക്ക് എടുക്കത്തില്ല. ഇവിടെ ആരാധിക്കാൻ മടി കാണിക്കുന്നവനെ സ്വർഗത്തിൽ വേണ്ട. ഇവിടെ കയ്യും കെട്ടിയിരിക്കുന്നവനെ സ്വർഗത്ത് വേണ്ട. ഇവിടെ കരമടിക്കാത്തവനെ സ്വർഗത്ത് വേണ്ട. ഒരു VIP വേണ്ട, ഒരു RIP വേണ്ട. ദൈവത്തിന് വേണ്ടത് ആരാധിക്കുന്നവനെയാണ്. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് പകൽ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചത് വചനം പ്രസംഗിക്കാനാ. അവൻ നിങ്ങളോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയാനാ. എന്ന സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും പോകുന്നത് അരുളപ്പാട് പറയാനല്ല, പ്രസംഗിക്കാനല്ല. അവിടെ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, 24 hours ദൈവത്തെ ആരാധിക്കുക. ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ മടി കാണിക്കുന്നവൻ എവിടെയാ? അവിടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സറാഫുകൾ ആരാധിച്ചതുപോലെ ഇന്ന് പകൽ ആരാധിച്ചേക്കണം. അവരെങ്ങനെ ആരാധിച്ചു? 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്നാരാധിച്ചു. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. എങ്ങനെയാണ് ആരാധിച്ചത്? സറാഫുകളുടെ ആരാധന ഇങ്ങനെ നിന്നുകൊണ്ട് കെയ്ത്താൻ ഫാൻ അടിക്കുന്ന പോലെയൊന്നും അല്ല ആരാധിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാ. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, എന്നിട്ട് ഒരുത്തൻ അവൻ സൈന്യങ്ങളുടെ യഹോവയാം ദൈവം എന്ത് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് പറന്നാരാധിച്ചു. ആരാധന പറന്നായിരിക്കണം. നമ്മുടെ സ്വതന്ത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ എന്റെ ചർച്ചിൽ ഞാനിങ്ങനെ പറഞ്ഞു. ലൈവിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചർച്ചിനകത്ത് ഇങ്ങനെ നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ചാടി മറിഞ്ഞ് ഒക്കെ ദൈവത്തെ ആരാധിച്ചപ്പോ അതിന്റെ താഴെ വന്ന ഒരുത്തൻ ട്രോളി ഒരുത്തൻ വന്നിങ്ങനെ ഒരു കമന്റ് ഇട്ടു, എന്തൊരു ചാട്ടമാടോ എന്ന് പറഞ്ഞ്. ഞാൻ ഫേസ്ബുക്കിൽ കയറി അവന്റെ നമ്പർ എടുത്ത് അവനെ വിളിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ വീട് എവിടെയാ? അവൻ എന്റെ വീട് എവിടെയാ? എന്നോട് ചോദിച്ചാരാ? ഞാൻ പറഞ്ഞു, ബിജു പാഷ. എന്താ പാഷ? ഞാൻ പറഞ്ഞു, നിന്റെ വീട് വരുന്നുണ്ടോ? ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്തിനാ? ജസ്റ്റ് ഒന്ന് കാണാനാ, ജസ്റ്റ് ഒന്നുമില്ല. അവൻ എന്നോട് ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, ബിജു പാഷ. എടാ, ഞാൻ 94 തൊട്ട് ചാടാൻ തുടങ്ങിയതാ. ഒരു അല്ലെന്ന് പറഞ്ഞു. മനസ്സിലായില്ലല്ലേ? 94 തൊട്ട് ചാടാൻ തുടങ്ങിയതാ. എന്ന് വെച്ചാല് കർത്താവിന്റെ പാപത്തെ ക്ഷമിച്ച് അന്നോട്ട് ചാടാൻ തുടങ്ങിയതാ. അല്ലാതെ ഇന്നലെ 10 പുത്തൻ പണം കണ്ടപ്പോഴോ, ഇടാൻ ഒരു ഷൂ കിട്ടിയപ്പോഴോ, ഒരു പാന്റ് കിട്ടിയപ്പോഴോ, 2 ഷർട്ട് കിട്ടിയപ്പോഴോ ചാടാൻ തുടങ്ങിയതല്ല. പാപം മോചിച്ചന്ന് മുതൽ ചാടാൻ തുടങ്ങിയതാണ്. ദൂത് മനസ്സിലായോ? അവൻ എന്ന് വെച്ചാല് ഞങ്ങളെയൊക്കെ വിടുവിച്ച ദൈവത്തിന്റെ കരുണ ഓർത്താൽ ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയുക, റോയിനോട് പാഷ ഇരുത്തിക്കൊണ്ട് പറയുക, ഞങ്ങൾ പണ്ട് ചാടിയതുപോലെ ഇന്ന് ചാടുന്നില്ല. അല്ല, സത്യമല്ലേ? ഞങ്ങൾ പണ്ട് ചാടിയതുപോലെ പണ്ട് ഞങ്ങൾ ഒരുമിച്ച് മീറ്റിങ്ങിന് കൂടുമ്പോൾ, തോപ്മടി അഞ്ചേലി മീറ്റിങ്ങിന് കൂടുമ്പോഴൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അവിടുത്തെ കാസേരയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ടൗൺ ഹാളിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ടൗൺ ഹാളിൽ മീറ്റിംഗ് കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ MA സ്പാർശന മോന പ്രസംഗിച്ചേ. അന്ന് ഞങ്ങളുടെ ആകത്തലം ആത്മസാന്നിധ്യം കേറിട്ട് കാസേര എടുത്ത് തലേ വെച്ച് ഡാൻസ് ചെയ്തു. അന്ന് സോഷ്യൽ മീഡിയ വല്ലതും ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം വട്ടായി എന്ന് പറഞ്ഞത് അല്ലേ? ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന തലമുറയോട് പറയുക, ഇപ്പൊ ചാടുന്നത് കൊണ്ടോ, ഇപ്പൊ തുള്ളുന്നത് കൊണ്ടോ, ഇപ്പൊ നൃത്തം ചെയ്യുന്നത് കൊണ്ടോ, ഈ ട്രോൾ ഇടുന്നവർക്ക് ഒരു ദൂതുകൂടി പറയുക, നിങ്ങള് ഇതേ കണ്ടിട്ടുള്ളൂ, ആദിമ പിതാക്കന്മാർ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. കർത്താവിന്റെ ദാസൻ BJ രാമനെ നിങ്ങൾക്കറിയാം. അറിയാമെങ്കിൽ ഒരു സ്തോത്രം ചെയ്തേ.
BJ ഡ്രാവൻ പാസ്റ്ററിനെ അറിയാം. BJ ഡ്രാവൻ പാസ്റ്ററിന്റെ പിതാവ് ആലുവയിലെ കളമശ്ശേരിക്കടുത്ത PMG ചർച്ചിലെ ഒരു വിശ്വാസിയായിരുന്നു അപ്പച്ചൻ. എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അന്ന് BJ ഡ്രാവന് ഇപ്പൊ ഉള്ളതുപോലെ ശുശ്രൂഷയിലേക്ക് വന്നിട്ടില്ല. ഞാൻ PMG മീറ്റിംഗിന് ചെന്നപ്പോ ഞാനൊരു കാഴ്ച കാണുകയാ. തമ്പേറടിച്ച് ആരാധിക്കുമ്പോ, പരമപിതാവിന് സ്തുതി പാടാന്ന് ആരാധിക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു അപ്പച്ചൻ നേരെ പൊങ്ങിട്ട് ഫാനെ കൊണ്ട് തലയിടിച്ചിട്ട് താഴെ വന്നു. തല പൊട്ടി ഫാൻ ഒരൊറ്റ കുതിക്കല പോയി തട്ടിയിട്ട് ഫാൻ ഇടിച്ച് അപ്പച്ചന്റെ തല പൊട്ടിയിട്ട് ഇവിടെ ചോര ഒഴുകിയ. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തല പൊട്ടി ചോര വന്നിട്ടും അവിടെ ആരാധന നിർത്തിയില്ല. ഇനി നിങ്ങൾക്കറിയാമോ, ആരംഭകാലങ്ങളിലെ ഉണർവുണ്ടായ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ 20 വർഷത്തെ പെന്തക്കോസ്തിന്റെ ചരിത്ര ബുക്ക് കാണും, മേടിച്ചു വായിച്ചു നോക്ക്. ആരംഭകാല ഉണർവ് ആരംഭിച്ച സമയത്ത് അപ്പച്ചന്മാരുടെ മേൽ ഉണർവ് വ്യാപരിച്ചപ്പോൾ അവർ ഇരുന്ന ആലയത്തിന് എഴുന്നേറ്റ് ഓടി. ഏറ്റമല പീലിപ്പോസ് ഉപദേശിയുടെ ഒക്കെ കാലം നിങ്ങൾ പഠിക്കണം. ക്രിസ്തീയ ജീവിതം പോലെ സൗഭാഗ്യ ജീവിതം ഇല്ലെന്ന് പാടിയ ദൈവദാസനൊക്കെ ആത്മശക്തി വന്നിട്ട് റബൻ തോട്ടത്തിനകത്ത് 5-6 ഓട്ടം ഓടി വന്ന് ആലയത്തിൽ കയറിയിരുന്നേ. അങ്ങനെ ഓടുന്ന തലമുറ ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഊളംപാറെ കൊണ്ടുപോയിട്ടേനെ. ഇന്ന് വ്യാപരിക്കുന്നതിനേക്കാൾ ഇരട്ടി ശക്തിയായിരുന്നു ആരംഭകാലങ്ങളിൽ. അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല, ആരും കുറ്റം പറയാനില്ല. അവര് തമ്പേരടിച്ച് പൊട്ടിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒന്നുകൂടി പറയാം മക്കളെ, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് 21 വർഷത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ നല്ലെണ്ണ വിളക്ക് കത്തിക്കാൻ എടുക്കുന്ന നല്ലെണ്ണ മേടിച്ച് കുപ്പിയിൽ വെക്കുക. എന്തിനാന്നറിയോ? ആടിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൈ പൊട്ടിച്ചട്ടെ നല്ലെണ്ണ തേക്കും. ഒരു സ്വതന്ത്രം പറ. ഞാൻ 21 ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് കൈ 10 വിരലും പൊട്ടിയിട്ട് നെയ്യ് പുരട്ടി തരും അമ്മച്ചി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്നിട്ട് അടുത്ത സെക്ഷനിൽ നെയ്യ് അടിച്ച് കഴുകിയിട്ട് അത് വെച്ച് ആരാധിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, പെന്തക്കോസ്തൊക്കെ ആരംഭിച്ചത് അവിടെ നിന്നേ. ഒരു ഹല്ലേലൂയ പറ. അന്ന് AC മുറിയൊന്നും അല്ലെന്നേ, പക്ഷെ അകത്തൊരു ദൈവശക്തി ഉണ്ടായിരുന്നു, അകത്തൊരു തീ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ആത്മാവിൻ ഞാൻ പറയാ, കുറ്റം പറയുന്നവൻ കുറ്റം പറയട്ടെ, വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ. നിങ്ങളുടെ ആരാധന നിർത്തരുത്, നിങ്ങളുടെ കൈയടി നിർത്തരുത്. നിങ്ങളുടെ മേൽ ആത്മാവിന്റെ കൃപ ചലിക്കട്ടെ. നിർത്തരുത്, ഇതിനെ നിർത്തിക്കളയരുത്, ആത്മസാന്നിധ്യം കുറച്ചു കളയരുത്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ഒരു നിയോഗമുള്ളത് കൊണ്ട് പറയുക. കർത്താവിന്റെ ദാസൻ മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവം നിന്നെ ഉപയോഗിക്കും. ഒരാമേൻ പറ. ദൈവദാസനെ മോശയുടെ ആയുസ് 120. എന്റെ മെസ്സേജിൽ വരാൻ കേട്ടോ. മോശയുടെ ആയുസ് 120 അത് പറയാൻ ഒരു നിയോഗമുള്ളത് കൊണ്ട്. 120 വയസ്സാണ് മോശയുടെ ആയുസ് എന്ന് പറയുന്നത്. നെബോ പർവ്വതത്തിലേക്ക് മോശയെ ദൈവം വിളിച്ചു കൊണ്ടുപോയി കയറ്റി, സ്വന്തം വിരൽ കൊണ്ട് കണ്ണുകൾ തിരുമി, സ്വന്തം കൈകൊണ്ട് അവന്റെ കൈകൾ എടുത്തു വെച്ച് മോശ ദൈവത്തോട് ചേരുന്ന നിമിഷം 120 വയസ്സാണ്. ആ 120 വയസ്സിനെ ഞാൻ 3 ഭാഗമായിട്ടാ തിരിക്കുന്നത്, 3 പാട്ടായിട്ടാ തിരിക്കുന്നത്. ഒന്നാമത്തെ പാട്ട് മോശയുടെ സ്വയാശ്രയത്തിന്റെ 40 വർഷമാണ്. രണ്ടാമത്തെ 40 എന്ന് പറയുന്നത് സ്തോത്രം പിന്മാറ്റത്തിന്റെ 40. ഒടുവിലത്തെ 40 എന്ന് പറയുന്നത് ശക്തിയേറിയ ശുശ്രൂഷ ചെയ്ത 40 വർഷമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. മോശയുടെ ആയുസ് 120. 120നെ 3 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തെ 40 സ്തോത്രം സ്വയാശ്രയത്തിന്റെ 40. രണ്ടാമത്തെ 40 പിന്മാറ്റത്തിന്റെ 40. മൂന്നാമത്തെ 40 ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത 40 വയസ്സാണ്. ഞാൻ ഒരു ദൂത് കൂടി പറയാ. ദൈവം കണ്ടവൻ വരാതെ ദൈവം ശുശ്രൂഷയുടെ കരം ചലിക്കുകയില്ല. ഒന്നുകൂടി പറയുക. ദൈവം ഒരുവനെ കണ്ടാൽ, ദൈവം ഒരുവൻ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവം ഒരുവനെ ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചാൽ, അവൻ മടങ്ങി വരുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഒരാമേൻ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ പദ്ധതിയൊക്കെ വലുതാ ദൈവമക്കളെ. ഞാൻ ഒരു ദൂത് പറയാ, പ്രാർത്ഥിക്കുന്ന അമ്മമാരോടും പിതാക്കന്മാരോട് പറയാ, നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നൈൽ നദിയിൽ എത്ര ചീങ്കണ്ണി ഉണ്ടെങ്കിലോ, നൈൽ നദിയിൽ കടിച്ചു കീറുന്ന എത്ര മുതലകൾ ഉണ്ടെങ്കിലോ, ഒഴുകി കേറേണ്ടടുത്ത് നിന്റെ തലമുറ ഒഴുകി കേറും. അത് വിശ്വസിക്കുന്നവരാമേൻ പറ. ദൈവദാസനെ, അവൻ ദൈവം ചിലരെയൊക്കെ ചിലയിടത്തെത്തിക്കാൻ ദൈവം ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. ഒരു സ്വതന്ത്രം പറ. നിങ്ങളെ തലമുറയെ ദൈവം ചിലയിടത്ത് എത്തിക്കാൻ, നിങ്ങളുടെ തലമുറകളെ ദൈവം ചില സ്ഥലത്ത് കയറ്റാൻ ദൈവം ഒരു ടൈമിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരോടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവം സെറ്റ് ചെയ്ത് വെച്ച ആ ടൈം ആകുമ്പോൾ നിന്റെ തലമുറ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ഒരു ഹല്ലേലൂയ ഒന്നുറക്കെ പറ. ഞാൻ അതിന് ഒരു അലങ്കാര പദത്തിൽ എൻ്റെ ഉള്ളിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ 2 വയസ്സ് താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. ആര്? മിസ്രയീമിലെ കുഞ്ഞുങ്ങളെയല്ല, പകരം ഇസ്രയേലിലെ എല്ലാ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ നൈൽ ദേവത കിട്ടുകൊടുക്കാൻ കൽപ്പന കൊട്ടാരത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഒരിക്കൽ ഒരു ബുക്കിൽ വായിച്ചപ്പോൾ ആ ബുക്കിനകത്ത് വായിച്ചത് ഞാൻ പറയാ, 10 കുടുംബങ്ങൾക്ക് 5 കിങ്കരന്മാരെ വെച്ച് സെർച്ച് ചെയ്യാനാക്കിയിരിക്കുക. 10 കുടുംബങ്ങൾക്ക് 5 കിങ്കരന്മാരെ വെച്ച് വീട് സെർച്ച് ചെയ്യാൻ ഫറവോനാക്കി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ആ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും ഒരു 10 കുടുംബങ്ങളിൽ ഒരു ഗർഭിണിയായ ഒരു പെണ്ണുണ്ടെങ്കിൽ അവൾ ജനിക്കുന്നതിന് മുൻപ് സൂതി ഗർഭിണികളെ ആക്കി വെക്കുക. ആ വീടിന് ചുറ്റും 5 പേരെ കാവൽ കൽപ്പിക്കുക. അവിടെ ജനിക്കുന്ന കുഞ്ഞാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുക. അങ്ങനെ 5 പേരെ വെച്ച് 10 കുടുംബങ്ങൾക്ക് ഫറവോൻ കാക്കി വെച്ചിരിക്കുക. എന്നിട്ടും മോശയുടെ അമ്മ ഗർഭിണിയായത് ഫറവോൻ അറിഞ്ഞില്ല. മനസ്സിലായെങ്കിൽ സ്വതന്ത്രം പറ. മനസ്സിലായില്ലല്ലേ? അവൻ 10 കുടുംബങ്ങൾക്ക് 5 പേരെ വെച്ച് ഇത്രയും സൂക്ഷ്മമായി പരിശോധിക്കാൻ ശത്രു പദ്ധതികൾ മെനഞ്ഞെടുത്തു. ദൈവത്താൽ ശുശ്രൂഷ ചെയ്യേണ്ടവൻ അവൻ ഉദരത്തിൽ ജനിച്ചത് പിശാച് അറിഞ്ഞില്ല. 2 തീർന്നില്ല. ഏത് കുഞ്ഞാ ജനിച്ചാൽ കരയാത്തത്? ഏത് കുഞ്ഞുങ്ങളൊക്കെ അവൻ ജനിച്ചാൽ നിലവിളിക്കാത്തത്? ഏത് കുഞ്ഞ് ജനിച്ചാൽ അവൻ നിലവിളിച്ചാൽ ആ നിലവിളി ശബ്ദം വെളിയിൽ വരാത്തത്? എന്നാൽ 3 മാസം വരെ കുഞ്ഞ് ജനിക്കുക മാത്രമല്ല, കുഞ്ഞ് വളർന്നിട്ടും ശബ്ദം വെളി കേട്ടില്ല. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഞാനൊരു ദൂത് പറയാ, ദൈവത്തിന് കരുതാൻ മാത്രമല്ല ദൈവത്തിന് സൂക്ഷിക്കാനും അറിയാം. ഒരു ഹല്ലേലൂയ പറ. നിന്റെ ദൈവത്തിന് വേണ്ടി കരുതാൻ മാത്രമല്ല നിന്റെ പൈതലിനെ സൂക്ഷിക്കാനും ദൈവത്തിനറിയാം. അതാഴമായി ദൈവാത്മാവിനോട് പറയുന്നു, പട്ടണത്തിലെ ഒരു ദുർഭൂതങ്ങൾക്ക് നിന്റെ തലമുറയെ എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞ് കരമടിച്ചാരാധിക്ക്. പട്ടണത്തിലെ ഒരു അന്ധകാര വ്യാപാരങ്ങൾക്ക്, പട്ടണത്തിലെ ഒരു ദുർഭൂതങ്ങൾക്ക്, അന്യഭാഷ പ്രാപിച്ചവർ ഇന്ന് പകൽ അന്യഭാഷകളെ ദൈവത്തെ ആരാധിച്ചു. ഒരന്ധകാര ശക്തികൾക്കും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും നിന്റെ തലമുറയെ വിട്ടുകൊടുക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഇതൊരു ദൂത ദൈവദാസനെ. നാം നിൽക്കുന്നത് പട്ടണത്തിന്റെ നടുവിലാണ്. ദൈവദാസൻ ഞാൻ കയറി വന്നപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആത്മാവിൽ അത് ദർശിച്ചു. പട്ടണത്തിലെ ദുർഭൂതത്തെ അഭിഷിക്തൻ ബന്ധിച്ചത് ഞാൻ കണ്ടു. അതെ, ഈ ഉപവാസത്തിന്റെ നടുവിൽ ദൈവം നമുക്ക് നൽകിയ ആത്മീയ അധികാരത്തിൽ അതിന്ന് വക ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവരാമേൻ പറ. നിങ്ങൾ ഒരു ഭാരവും വേണ്ട. ദൈവം എത്തിക്കേണ്ടതിനെ എത്തിക്കേണ്ട സമയത്ത് ദൈവം എത്തിക്കും. സഹോദരന്മാരെ, കർത്താവിന്റെ അഭിഷിക്തന്മാരെ, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ആമേൻ. മറ്റെന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ട് കളഞ്ഞേക്കണം, ക്ഷമിക്കണം കേട്ടോ. ഈ ഫറവോന്റെ പുത്രി കുളിക്കാൻ ഇറങ്ങിയത് നൈൽ നദിക്കകത്താ അല്ലേ? ശരിയല്ലേ? നൈൽ നദിക്കകത്താ. ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, എന്റെ പൊന്നു കർത്താവേ, ഇപ്പൊ ഇവിടെ ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെച്ചാൽ എന്തിന് 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചാൽ വീടിന്റെ പിന്നാമ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ പണിയുന്നൊരു കാലഘട്ടം ഇന്നുണ്ട്. എന്നാലേ 10,50,000 ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉള്ള ഫറവോന്റെ കൊട്ടാരത്തിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ ആന്റി?
ഇവിടെ ഞങ്ങൾക്കൊരു ഒരു 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. 5 സെന്റിന്റെ സ്ഥലത്ത് സ്വിമ്മിംഗ് പൂള് പണിയാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പറവോന്റെ കൊട്ടടുത്ത് സ്വിമ്മിംഗ് പൂൾ ഇല്ലേ? നിങ്ങൾ പറ. ഇനി എന്റെ പൊന്നച്ച, ഇത് കൊട്ടാരത്തിന് മതിലാന്നിരിക്കട്ടെ. ഈ മതിലിനകത്തുനിന്ന് കൊട്ടാരത്തിനകത്തുനിന്ന് ഇവള് കുളിക്കാനായിട്ട് ഇറങ്ങി നേരെ ചെല്ലുമ്പോ നമ്മുടെ ഇവിടത്തെ തോട്ടി പോയി കുളിക്കുന്ന പോലെയാണോ ഫറവോന്റെ പുത്രി കുളിക്കുന്നത്? ആണോ അല്ലയോ? ഇനി ഫറവോന്റെ പുത്രി കുളിക്കുന്നത് നാട്ടുകാർ മുഴുവൻ കാണുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് ഒരു എൻട്രി നൈൽ നദിക്കകത്തേക്കുണ്ട്. ഒന്ന് പറഞ്ഞ, കൊട്ടാരത്തിൽ നിന്ന് ഒരു എൻട്രി എവിടെ ഉണ്ട്? നൈൽ നദിക്കകത്തുണ്ട്. ഇനി നൈൽ നദിക്കകത്ത് കുളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഈ 4 കെട്ട് വീട് കണ്ടിട്ടില്ലേ? 4 കെട്ട് വീടിനകത്ത് പുറകിലൊരു കുളമുണ്ടാകും. ആ കുളം പുറത്തെന്നല്ല വരുന്നത്. അവിടെ ആർക്കും കുളിച്ചും കാണാൻ പറ്റത്തില്ല, കാണാൻ ചുറ്റും മതില. ഏത് തെങ്ങിന്റെ വണ്ട കയറിയാലും കാണാനൊക്കത്തില്ല. ഇനി കാണാൻ പറ്റാത്ത വേറെ കാര്യം കൂടിയുണ്ട്. ഈ കുളിക്കുന്നിടത്തോട്ടെ താഴ്ത്തി ഓട് വെച്ചിങ്ങനെ ഷീറ്റ് വെച്ച് മറച്ചിരിക്കും വെള്ളത്തിന്റെ അവിടം വരെ. അതിനകത്തൊന്ന് ഒരു 12 അടി അകത്തോട്ട് മാറിയ കുളിക്കുന്നേ. അത് ഇവിടത്തെ ഇല്ലത്തിന്റെ കുളിക്കടവ് എന്ന ഫറവോന്റെ കുളിക്കടവൊക്കെ ഇതിനേക്കാൾ വ്യത്യസ്തമാ. ഫറവോന്റെ പുത്രി ഇറങ്ങുന്നത് ഉലകത്തിലൊരു മനുഷ്യൻ കാണത്തില്ല. ഒരു അല്ലല്ലോ പറ. കാണത്തില്ലല്ലോ. എന്നോടൊപ്പം ഉണ്ടോ? അങ്ങനെയാണ് ഒന്നുകൂടി കയറി വാ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഉണ്ടോ? നേരെ ഫറവോന്റെ പുത്രി എടുത്ത് മിരിയാമിനെ വിളിക്കുക. എടി മിരിയാമേ, 3:55 ഞാൻ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്, ഒഴുക്കാമെങ്കിൽ ഒഴുക്കിക്കോ എന്ന് മിരിയാമിനോട് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഉണ്ടോ? 3:55 മിരിയാമേ, ഞാൻ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്, പറ്റുമെങ്കിൽ 3:55 മുമ്പ് ഒഴുക്കിക്കോ. അപ്പൊ ഞാൻ ഇറങ്ങുമ്പോ കൊച്ചിനെ കാണും, വലിച്ചു കയറ്റും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണോ കൊച്ചിനെ ഒഴുക്കിയത്? പറ നിങ്ങൾ. ഫറവോന്റെ പുത്രി കുളിക്കുന്ന സമയം മിരിയാമിന് അറിയത്തില്ല. എന്നാൽ ഒഴുക്കി കേറ്റേണ്ട സമയമായപ്പോൾ ഫറവോന്റെ പുത്രി തുകർത്തെടുത്ത് വെളിച്ചെണ്ണ കയ്യെ തേച്ചപ്പോഴേ മിരിയാമിനോട് പറഞ്ഞു, കൊച്ചിനെ എടുക്ക്. മനസ്സിലായില്ലല്ലേ? കൊച്ചിനെ എടുക്കടി. മിരിയാമിന്റെ മോള് എണ്ണ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ കൊട്ടാരത്തിന് തുകർത്തും തോളയിട്ട് കുളത്തിന്റെ കരയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോ ഉടനെ പരിശുദ്ധാത്മ മിരിയാമോട് ഇറങ്ങടി, നടക്കടി. അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ മിരിയാമിനോട് പറഞ്ഞു, ഒഴുക്കടി. ഒന്ന് നോക്കിക്കേ, കൊട്ടാരത്തിനകത്ത് നടക്കുന്നതും കൊട്ടാരത്തിന് പുറത്ത് നടക്കുന്നതും തമ്മിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചു. ടൈം സെറ്റ് ചെയ്ത് വെച്ചു. മനസ്സിലായില്ലല്ലേ? അവളുടെ കണ്ണിൽ കാണണം. അവൾ കുളിച്ചു പൊങ്ങുമ്പോൾ കുട്ടിയെ കാണണം. തോഴിമാർ കണ്ടിട്ട് കാര്യമില്ല, കാണേണ്ടവൾ കാണണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പക ദൂത പറയുക, നിന്റെ തലമുറയെ കാണേണ്ടവർ കാണത്തക്ക രീതിയിൽ ഒരു ഉയർച്ച ദൈവം കൊണ്ടുവരും. നിന്റെ തലമുറയെ ദൈവം കാണേണ്ട രീതിയിൽ കാണാൻ, ഒഴുകി കയറേണ്ടിടത്ത് കയറാൻ, അനാവശ്യമായ ഒരിടത്തും ഒഴുകി കയറാതെ ദൈവഹിതമുള്ളിടത്ത് ഒഴുകി കയറാൻ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരനുഗ്രഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരുടക്കിയ ദൈവം പറയുന്നു, ഈ പകൽ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന ഓരോരുത്തരും പറയുന്നു, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ ജീവിതത്തിന് വിടുതൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഉറക്കി വരാമെൻ പറഞ്ഞു. മക്കളെ, ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി പറയാ. കൊച്ചിനെ, ബാലകനെ കൈയും കാലും കെട്ടി മോറിയയുടെ മലയിൽ കിടത്തി. എന്നിട്ട് കത്തിയെടുത്ത് വെട്ടുവാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ ആ ടൈം കൃത്യമായി ഒറ്റ വിളി, അബ്രഹാമേ. ദൈവത്തിന് ടൈം തെറ്റത്തില്ല. പറ്റുമെങ്കിൽ ആമേൻ പറ ദൈവമേ. നിന്റെ കുടുംബത്തിന്റെ രക്ഷ വരേണ്ട ഒരു സമയമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വിടുതൽ നടക്കേണ്ട ഒരു സമയമുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ സൈന്യങ്ങളുടെ യഹോവയെ സാക്ഷി നിർത്തി ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ സമയം തെറ്റുകയില്ല. ആ സമയം തെറ്റത്തില്ല. എത്ര കരങ്ങൾ നിനക്കെതിരെ നിന്നാലും, എത്ര ഫറവോന്റെ കരങ്ങൾ നിനക്കെതിരെ നിന്നാലും അതിന്റെ സമയം തെറ്റുകയില്ല. ആമേൻ. എവിടെന്ന് കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചോ അവന്റെ മൂക്കിന്റെ തുമ്പത്തിട്ട് വളർത്തി. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ
ചിരിക്കുന്നു. അവൻ കലാപവും മണിയുടെയൊന്നും കോമഡി കണ്ടിട്ടൊന്നുമല്ല കർത്താവ് ഇരുന്ന് ചിരിക്കുന്നത്. ഈ കർത്താവ് ചിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഇങ്ങനെ കാര്യം അപ്പം എന്നോട് ചോദിച്ചു, ഈ കർത്താവ് എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ഒത്തിരി കാര്യം പറഞ്ഞെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ കർത്താവ് ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഫറവോൻ്റെ ബെഡ്റൂം ഇപ്പുറത്താ, മോശ കുഞ്ഞിൻ്റെ ബെഡ്റൂം ഇപ്പുറത്താ. സ്വോത്രം പറഞ്ഞ് ഈ കൊച്ചവൻ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും എഴുന്നേറ്റ് വരും. സ്വോത്രം പറഞ്ഞ് രണ്ടുപേരും കൂടി എഴുന്നേറ്റ് വരുമ്പോ ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് ഫാ. ആര്? മോശ. അപ്പോ ഗ്രാൻഡ് ഫാ ഗുഡ് മോർണിംഗ് മൈ സൺ. കർത്താവ് പൊട്ടൻ മരമണ്ടൻ മുക്കാനുള്ളവനോടാ ഗുഡ് മോർണിംഗ് പറയും. എടാ, നിന്റെ മുക്കാനുള്ളവനോടാടാ നീ ഗുഡ് മോർണിംഗ് പറയുന്നേ. ഇത് കണ്ടിട്ടാ ചിരിച്ചത്. ദൂത് മനസ്സിലായോ? തമ്പുരാൻ ചിരിച്ചത്. ഫറവോനെ നീ ഗുഡ് മോർണിംഗ് പറയടാ. നീ ആരാ ഗുഡ് മോർണിംഗ് പറഞ്ഞു? നീ ആരോടാ ഗുഡ് മോർണിംഗ് പറയുന്നത്? ഏതാനും നാളുകൾ കഴിയുന്നതിന് മുൻപ് നിന്നെയും നിന്റെ തലമുറകളെയും നിന്റെ സൈന്യത്തെ മുഴുവൻ ചെങ്കടൽ ഒന്നുപോലും ഇല്ലാതെ ഒരിക്കലും പൊങ്ങി വരാതെ എന്നേക്കും മുക്കിക്കളയാൻ അധികാരമുള്ളവനാ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയുന്നു, അധികാരമുള്ള ചിലത് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. അതിശക്തമായ ഒരഭിഷേകം ചുമക്കേണ്ട, അന്ധകാര വ്യാപാരത്തെ ന്യായവിധി നടത്തേണ്ട ചിലത് ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവരാരാധിച്ചോ. ഈ രാത്രിയുടെ നടുവിലോ നീ പോലും അറിയാതെ നിന്റെ മേൽ ഒരു അഭിഷേകം ഇന്ന് പകൽ ചലിക്കാൻ പോകുക. ഒരധികാരം ഏറ്റത് ഉപവാസ പ്രാർത്ഥന വെറുതെ അല്ലെന്നേ. ഇതിന്റെ നടുവില് ഒരു അധികാരം ഏറ്റത് ആരാധിക്കാൻ തുടങ്ങ്. അന്യഭാഷ പ്രാപിച്ചവർ ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. കരമുണ്ടെങ്കിൽ കരം കൂട്ടിയടിച്ച് ആത്മനിറവിലൊന്ന് ആരാധിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഇത് ഉപവാസ പ്രാർത്ഥന. ഒരു മെസ്സേജ് കേട്ട് മാത്രം പോവരുത്. ഓരോ ദൂത് കേൾക്കുമ്പോൾ അത് ആരാധിച്ച് പൊട്ടിച്ചു പോകണം. ഹല്ലേലൂയ. അവൻ വചനം നമ്മെ പ്രാപിക്കാനുള്ളതാ. ഓരോ ദൂത് കേട്ട് ഓരോ ദൂത് പ്രാപിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണോ നിന്നെ ഒതുക്കാൻ നോക്കിയത് അവിടെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. 3 കാര്യം പറഞ്ഞല്ലോ. ആദ്യത്തെ 40 വയസ്സ് ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാകാൻ പറയുക. ദൈവദാസനായ മോശയുടെ ആയുസ് 120 അതിലാദ്യത്തത് 40 വർഷം കൊട്ടാരത്തിലാണ്. ദൈവമക്കളെ, ആരാ മോശ എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഉപദേശിമാരെല്ലാം മോശയെ സിമ്പിളാക്കാറുണ്ട്. നോ, മോശ ചെറിയ പുള്ളിയല്ല. ഇന്നത്തെ കൊച്ചിയുടെ മെട്രോപോളിസ് സിറ്റിയില്ലേ, ആ സിറ്റിക്ക് രൂപകൽപ്പന കൊടുത്ത നിങ്ങൾ കണ്ടില്ലേ? 1956 കൊച്ചിയുടെ കിടപ്പ് എങ്ങനെയായിരുന്നു അല്ലേ? ആ കൊച്ചിയാണോ ഇന്നത്തെ കൊച്ചി? കൊച്ചി രൂപപ്പെട്ട് വന്ന് ഈ പരുവത്തിലായി. എന്നാൽ ഫറവോന്റെ കാലത്ത് അന്നത്തെ മിസ്രയീമിലെ 5 നഗരങ്ങൾ മെട്രോപോളിസ് സിറ്റിയായി പണിയാൻ അവൻ വരച്ച് ആർട്ടിക്കറ്റ് നല്ല രീതി എഞ്ചിനീയർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പണിയാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച നല്ലൊരു എഞ്ചിനീയറാണ് ആര്? മോശ എന്ന് പറയും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആരാണ്ട് പറയുന്നു ചെങ്കടയുടെ തീരത്തൊന്ന് വടി നീട്ടി പാടി. അങ്ങനെ പാടിക്കുന്ന താടിച്ചെന്ന് അവളെ വിൽക്കാനൊന്നുമല്ല മോശ. കഴിവില്ലാത്തവനൊന്നുമല്ല. ഒറ്റക്ക് നിന്ന് അല്ലേ, ഒരു ശ്രീധരൻ നായർ മെട്രോ കൊണ്ടുവന്നപ്പോ പുള്ളിനെ എല്ലാവരും കൂടി തങ്ങ് വാഴ്ത്തിയില്ലേ? ഒരു മെട്രോ കൊണ്ടുവന്നപ്പോ ഇതൊരു മെട്രോ അല്ല, 5 നഗരങ്ങളെ മെട്രോപോളിസ് സിറ്റിയാക്കി പണിതവനാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുള്ളി സകല മിസ്രയീമിലെ എല്ലാ രാജാക്കന്മാരും 20 വയസ്സിനകത്ത് പെണ്ണ് കെട്ടും. ഈ പുള്ളി 40 കെട്ടിയിട്ടില്ല. എവിടെ നിന്ന് കെട്ടാനാ? പണി തീർന്നിട്ട് വേണ്ട കെട്ടാൻ. അല്ലേ? പണ്ട് ആരോടോ പറഞ്ഞു എന്നോടോ കെട്ടാത്തന്ന് പുള്ളി സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞ പോലെ മോശക്ക് പെണ്ണ് കെട്ടാൻ സമയം കിട്ടിയില്ല. മെട്രോപോളിസ് സിറ്റി പണിത് വരുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ മറന്നു. അത് മറ്റൊരു കാര്യം കേട്ടോ. എന്നാന്നറിയാമോ? അവനെ ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കാനുള്ളതുകൊണ്ടായതുകൊണ്ട് അവിടുത്തെ മമ്മിക്കകത്ത് ഒതുങ്ങാനുള്ളവനല്ലെന്ന് തമ്പുരാൻ മുന്നമേ കുറച്ചു വെച്ചു. ഒരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. എന്തായാലും ഉള്ളി ഒരു കാര്യം ചെയ്തു. എന്നാ കാര്യം എന്നറിയാമോ? ഈ മോശ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മക്കളെ ശ്രദ്ധിക്കണേ. മനസ്സിലാവുന്നുണ്ടോ വർഷങ്ങൾ പറയുന്നത്? ഓക്കെ. ഈ മോശ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോശയുടെ അകത്ത് ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ അവിടത്തുകാരനാണ്. സ്വതന്ത്രം പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറ. നമ്മളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ചിന്ത ഉണ്ടാവണം, ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ അവിടത്തുകാരനാണ്.
ഞാൻ അവിടുത്തുകാരനല്ല. അത് ഇന്നുള്ള ദൈവമക്കൾ കൊണ്ടുവന്ന് അറിയില്ല, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ പാടി? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശ വാസിയാണല്ലോ, അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ നീ ഒരുക്കുന്ന ഭവനമുണ്ട്, അവിടെ നീ ഒരുക്കുന്ന ഭവനമുണ്ട്. അതുകൊണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളു പടകിലും. അപ്പോ അവൻ മോശ വളർന്നു വന്നപ്പോ മോശയുടെ താല്പര്യം, ഞാൻ ഇവിടുത്തുകാരൻ അല്ല. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പാട്ട് ഏതാണെന്നറിയാമോ? ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പാട്ട് ബെന്നിഹിൻ്റെ പാട്ടോ അല്ലെങ്കിൽ റോൺ കനോളിയുടെ പാട്ടോ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പാട്ട് താരാട്ട് പാട്ട്. അയ്യോ അറിയത്തില്ല, അയ്യോ അതറിയത്തില്ലേ? ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പാട്ട് അടുത്തിരിക്കുന്ന ആളോട് കേട്ടിട്ടില്ലേ? കാരണം പഠിക്കണം. പറ, ലോകത്തിലെ ഏറ്റവും നല്ല പാട്ട് അമ്മ പാടുന്ന പാട്ടാ, താരാട്ട് പാട്ട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഞാൻ 2 കൊച്ചുങ്ങളുടെ അപ്പനാ. ഈ അലമുറയിട്ട് കരയുന്ന കൊച്ചിനെ എടുത്ത് അപ്പൻ്റെ തോളത്തോട്ട് കെട്ടി 2-3 തട്ട് തട്ടിയാൽ കുടിച്ച മുലപ്പാൽ വായിക്കൂടി പോരുന്നേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ മടിയിലോട്ട് കിടത്തി രാരാരോ രാരീരാരോ. അപ്പൊ അപ്പന്മാരിങ്ങനെ കൂശുമ്പോടെ നോക്കി നിൽക്കാറുണ്ട്. ഇത് എന്നാ പരിപാടിയായത്? നമ്മൾ ഈ തട്ടെല്ലാം തട്ടിയിട്ട് കൊച്ച് പൂർവാധികം ശക്തിയോടെ കരഞ്ഞു. അമ്മയുടെ പാട്ട് കേട്ടപ്പോൾ കൊച്ചൊക്കെ ഉറങ്ങി. ലോകത്തിലെ ഏറ്റവും നല്ല പാട്ട് താരാട്ട് പാട്ടാ. അമ്മേ അല്ലേ? ഏറ്റവും നല്ല തൊട്ടിലേതാ? അമ്മ തൊട്ടിലാണ്. അതേതാണ്? ഗർഭപാത്രമാ. ഒരു സ്വതന്ത്രം ചെയ്തേ. ഞാൻ പറയാറുണ്ട്, സുരക്ഷിതമുത്ത ഉള്ള 3 ഇടം ഈ ഭൂമിയിലുള്ളൂ. സുരക്ഷിതമുള്ള 3 ഇടമേ ഈ ഭൂമിയിലുള്ളൂ. അത് ഞാൻ പ്രസംഗം ഇങ്ങനെ പറയും. 1 അമ്മയുടെ ഗർഭപാത്രമാണ്, 2 ദൈവത്തിൻ്റെ സഭയാണ്. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? 3 നിന്റെ കുടുംബമാണ്. ഇത് 3 സുരക്ഷിതത്വമുള്ളൂ. അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരു ഇടം വേറെ ഇല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. 2 നമ്മുടെ സഭയാണ്. ചർച്ച് പോലെ നമുക്ക് നമ്മുടെ സോഫ്റ്റ് കോർണർ ആയില്ല, അല്ലെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം തരുന്ന വേറൊരു ഇടമില്ല ദൈവമക്കളെ. അതുകൊണ്ടല്ല ഹൃദയം നുറുങ്ങിയ പാലയത്തിലേക്ക് ഹന്ന ഓടി കയറിയത്. തകർന്നവന്റെ ഇരിപ്പിടമാണ് ആലയം എന്ന് പറയുന്നത്, മുറിവേറ്റവന്റെ സത്രമാണ് ആലയം എന്ന് പറയുന്നത്. അവൻ ആരുമില്ലാത്തവർക്ക് അഭയമാണ് ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ ദൈവമക്കളെ. പക്ഷേ മോശ എങ്ങനെ ഈ ശുശ്രൂഷ ചെയ്തെന്നില്ലേ? മോശ കേട്ട താരാട്ട് പാട്ടെല്ലാം അമ്മയുടെ പാട്ടാണ്. അത് മിസ്രയീമിന്റെ പാട്ടല്ല, എബ്രായന്റെ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഈ വേദപുസ്തകം പ്രസംഗിക്കുമ്പോൾ 1-2 പേരോടൊക്കെ ഭയങ്കര കുശുമ്പാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞേ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആരോടും ഇല്ലാത്ത പോലെയാണ്. ഞാൻ കണ്ടൽ വെച്ച് ഞാൻ പല പ്രാവശ്യം ഞാൻ കത്തോലിക്കയിലേക്ക് പോകാൻ പോയതാണ്. പക്ഷേ 2-3 പ്രാവശ്യം ഞാൻ റെഡിയായത്. എന്നെ അച്ഛന്മാർ വിളിച്ചതാണ് അവിടെ പ്രസംഗിക്കാൻ. കാരണം ഇതിനകത്തുള്ള പോലെ കുശുമ്പും അസൂയയും. ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ആടിച്ച് പൊളിച്ച് താരിപ്പണമായിട്ട് കൂട്ടുകാരും കൂടി ഈ കൊച്ചി പട്ടണത്തിൽ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഓഷിങ്ങിൻ്റെ തേവരയിലെ മദ്യഷാപ്പിൻ്റെ വാതിക്ക് ഉടുത്ത തുണി പോലും ഇല്ലാതെ ഷഡ്ഡി വിട്ട് കിടന്നിട്ട് എൻ്റെ അയൽവക്കക്കാരൻ കണ്ടിട്ട് എന്നെ ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ കൊണ്ടിട്ടിട്ട് പോയി. എനിക്കതിന് മടിയൊന്നുമില്ല. അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ ഇൻസൈഡൊക്കെ അടിച്ച് നിൽക്കുന്നെങ്കിൽ ഇത് ഇട്ടിട്ട് കുറേ നാളായിട്ടൊന്നുമില്ല. ഒരു അല്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കാണക്കകത്ത് കിടന്ന് ഒരു പ്രാവശ്യം കാണക്കകത്ത് കിടന്നിട്ട് കുറേ ദിവസം അതിനകത്ത് കിടന്നിട്ട് ഒരാൾ കൊണ്ട് ഏതൊരു വീടിനും മുറ്റത്ത് കൊണ്ടുപോയിട്ട് അവർ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഞാനവിടെ കിടക്കുക. എന്നോട് വെള്ളം കോരി എൻ്റെ തലയിൽ ഒഴിച്ചു. ചോദിച്ചു, നീ ആരാ, നീ ഏതാ? മറ്റേ കപ്പലിൽ കിടന്ന യോനയോട് ചോദിച്ചത്, ഏതാ നാട്ടുകാരൻ? അപ്പം ഞാൻ കണ്ണം തിരുമ്പി വന്നപ്പോൾ ഇവരെന്നെ ഉടുത്ത് തുണിയിട്ട് എന്നെ പുതപ്പിച്ചിട്ടേക്ക്. ഒരു അല്ലല്ലോ.
അപ്പൊ മക്കളെ ഈ പരുവത്തിലായിട്ട് ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നത് ഒരു സ്വതന്ത്രം ചെയ്ത്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മൾ ജനിച്ചതേ പെന്തക്കോസ്ത് അല്ലട മക്കളെ. ഇതുപോലെ സകല അംഗം കഴിഞ്ഞല്ല പുസ്തകം എടുത്ത ഒരു ഹല്ലേലൂയ പറ. പക്ഷെ ഒരു കാര്യം ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുള്ളത് പറയാം, ഇതുപോലെ സുരക്ഷ, ഇതുപോലെ ആശ്വാസം തരുന്ന ഇടം ഉലകത്തിൽ വേറെയില്ല. ഞാനെന്നും പറയും, എൻ്റെ തമ്പുരാനെ കണ്ടില്ലായിരുന്നെങ്കിൽ, എൻ്റെ യേശുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ, എൻ്റെ പ്രാണപ്രിയനെ കണ്ടില്ലായിരുന്നെങ്കിൽ, എൻ്റെ അപ്പയാ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ കാണുകയില്ല. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല, എത്ര ആരാധിച്ചാലും മതി വരത്തില്ല. നിങ്ങളാരും കൈയടിച്ചില്ലെങ്കിലോ, നിങ്ങളാരും ചാടിയില്ലെങ്കിലോ, നിങ്ങളാരും നൃത്തം ചെയ്തില്ലെങ്കിലോ, നൃത്തം ചെയ്യാതിരിപ്പാൻ കഴിയത്തില്ല. കാരണം എൻ്റെ തമ്പുരാന്റെ വിശ്വസ്തത, എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തത വലുതാ. ഒരു ഹല്ലേലൂയ പറ. ഈ മോശയുടെ അമ്മയോട് എനിക്ക് ഭയങ്കര കുശുമ്പാ. എന്താണെന്നറിയോ, ഈ കൊച്ചിനെ സന്തോഷല്ലേ, ക്ഷീണമുണ്ടോ? ഈ മോശ കുഞ്ഞിനെ ഇങ്ങനെ നൈൽ നദിയിൽ നിന്ന് വലിച്ചെടുത്ത് ഇങ്ങനെ കൊച്ചിന്റെ പുതപ്പൊക്കെ മാറ്റി നോക്കിയപ്പോൾ നല്ല സുന്ദരം കൊച്ച്, നല്ല മിടുക്കൻ കൊച്ചിനെ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിരിയാം അപ്പുറത്തൂടി വന്നിട്ട് അവളുടെ ഒരു ധൈര്യം അല്ലേ. മിസ്രയീമിലെ കൊച്ചുങ്ങളെ മുഴുവൻ നൈൽ നദി കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇസ്രയേലിലെ കൊച്ചിനെ എടുത്ത് മിസ്രയീമിലെ ഫറവോന്റെ പുത്രി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് ചെല്ലി ആര്, ഇവള് എബ്രായ സ്ത്രീയാ, ചെന്നിട്ട് ചോദിക്കുക, യജമാനത്തി ഞാൻ ഈ കൊച്ചിന് മുല കൊടുക്കാൻ ഒരാളെ ഈ ചില സമയത്തുണ്ടല്ലോ, ഒന്ന് കേൾക്കണേ, ചില സമയത്ത് എത്ര MD ഉള്ളവനാണേലും ചില സമയത്ത് മണ്ടനാവും അല്ലേ. എത്ര ബുദ്ധിമാനം നിങ്ങൾ കണ്ടിട്ടില്ലേ, എത്ര വലിയ ബുദ്ധിമാനാന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ സ്തോത്രം ബാങ്ക് മാനേജരെ പറ്റിച്ച് ഒരാൾ 75,000 കൊണ്ടുപോയി. നമ്മൾക്ക് മെസ്സേജ് വിടുന്നു, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കും. പുള്ളിയെ പറ്റിച്ച് മലയാള മനോരമയിൽ വന്നതാ, പുള്ളിയെ പറ്റിച്ച്. അപ്പൊ ദൈവം ചിലരെയൊക്കെ ചില സമയത്ത് എന്താക്കും. എടാ, ഈ ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേൽ കൊച്ചിനെ കിട്ടിയപ്പോ ഇസ്രയേൽക്കാരി വന്നിട്ട് ചോദിക്കുക, എന്താണ് പറമക്കളെ പാല് കൊടുക്കാൻ കൊണ്ടുവരട്ടെ. ഫറവന്റെ പുത്രി പറഞ്ഞു വേണം. പിന്നെ ഇവളൊരു ഒറ്റ ഓട്ടമാ ഓടിച്ചെന്ന് ഒരു സാധനത്തിലേയും കൊണ്ട് വന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാരിയൊക്കെ ചുറ്റി ഇനി ഈ പുള്ളിക്കാരത്ത് തൂക്കി നോക്കി 60 കിലോ കഷ്ടിച്ചുള്ള ആര്, ഫറവന്റെ അമ്മ, മോശയുടെ അമ്മ. ഈ തൂക്കി നോക്കി 60, കാരണം പട്ടിണിയല്ലേ, ഈ ഇഷ്ടിക ഉണ്ടാക്കി ചുട്ട് കൊടുത്തിട്ട് വേണ്ടേ കഞ്ഞിയും കറിയും വെക്കാൻ. അതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മോശക്കുഞ്ഞ് ജനിക്കുന്ന സമയത്തൊക്കെ പറയും പട്ടിണിയുടെ അങ്ങേ അറ്റവാ, എണ്ണം കൂട്ടി വൈക്കോല് കൊടുത്തിട്ടുമില്ല. അപ്പൊ പണി കൂടുതലും ശമ്പളം കുറവാ. അപ്പൊ അങ്ങ് വല്ലാണ്ടങ്ങ് മെലിഞ്ഞിരിക്കുക. എല്ലാം കൂടി 60 കിലോ. എൻ്റെ ഒരു ഭാവന 60 കിലോനേ ഉള്ളൂ. ഈ പെണ്ണുമ്പിള്ളയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, പാലൊക്കെ ഉണ്ടോ? പാലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുന്നേ, ഡോക്ടർമാർ വെച്ച് അങ്ങനെ പാലൊക്കെ ഉണ്ടോ പറഞ്ഞു, ഉണ്ടാകുമായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, അപ്പുറത്തോട്ട് എല്ലാം പറഞ്ഞു. എവിടെ? അപ്പുറത്തെ ഫറവോന്റെ പുത്രിയുടെ ആ ബാക്കിലോട്ട് ചെന്ന വഴിയെ തന്നെ പുള്ളിക്കാരത്തൊന്ന് കുളിപ്പിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞ്, കാരണം ഇപ്പൊ തൊട്ട് പാല് കൊടുക്കുന്ന ആർക്കാ? ഫറവോന്റെ പുത്രിയുടെ മോനാ കൊടുക്കുന്നേ. പുള്ളിക്കാരത്തെ നല്ലപോലെ കുളിപ്പിച്ച് ഉടുപ്പിച്ച് നല്ല അവൻ നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഗ്ലാസ് ഇത്രയും ഉണ്ട് ബദാം പാൽ. സ്വതന്ത്രം പറഞ്ഞേ, അമ്മയാ കുടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ബദാം പാൽ കൊണ്ട് നിൽക്കട്ടെ. അപ്പുറത്ത് പോയിട്ട് 3 ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് കഴിക്ക്. ആ തള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിക്ക് പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇനി പോയി പാല് കൊടുക്കും. ഇനി പാല് കൊടുത്ത് ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, കൊച്ചമ്മേ പാല് കൊടുത്തു കേട്ടോ. അങ്ങനെ ആയിരിക്കും ഇപ്പുറത്തുകൂടി അങ്ങ് പോയിക്കോ. അവിടെ ചെന്ന് കേഷറുണ്ടല്ലോ, കേഷറിൻ്റെ അവിടെ ചെന്ന് കൈ നീട്ടി, ഒരു ദിവസത്തെ ശമ്പളം ഇവിടത്തെ 50,000 രൂപ അത് മേടിച്ച് പോക്കറ്റ്. ഞാൻ ഒറ്റ ഭാഷ പറയും, എൻ്റെ ഭാവനയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ തള്ള 110 കിലോനായി. കാരണം പിന്നെ നടക്കാൻ വയ്യ, പിന്നെ ഒട്ടകത്തിലൊക്കെ പാല് കൊടുക്കാൻ വരുന്നേ. കാരണം ബദാം പാലടിച്ചും ജ്യൂസും ഒക്കെ അടിച്ച് അമ്മ അങ്ങ് കൊഴുത്തു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എൻ്റെ ദൈവമേ, എന്തൊരു മഹാഭാഗ്യമാല്ലേ. എല്ലാ ദിവസം എവിടെ പോകുന്നത്, ഹാൻഡ് ബാഗൊക്കെ തൂക്കിയിട്ട് രാവിലെ പോകുക. അപ്പം മോശയുടെ അമ്മയുടെ ചോദിച്ചാൽ എവിടെ പോകണം? കൊട്ടാരത്തിൽ പോകണം. എന്തിനു പോകണം? പാല് കൊടുക്കാൻ പോകണം. പാല് കൊടുക്കാൻ അമ്മ ചിനി ചെല്ലുമ്പോൾ ചുമ്മാ എല്ലാത്തിലും പഞ്ച് ചെയ്ത് അകത്ത് കയറുക, പാല് കൊടുക്കുക, ക്യാഷ് കൗണ്ടറിൽ പോവുക, കാശ് മേടിക്കുക, വീട്ടിൽ പോകുക.
നിങ്ങൾ വിചാരിക്കുന്ന എന്നാ നമ്മുടെ ദൈവം ആരെങ്കിലും പണിത് കൊണ്ടുപോയി വെച്ച തുണ്ടമാണെന്നോ? ഈ ദൈവം ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഈ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, സകല ഫറവോന്റെ കണ്ണുകളും ദൈവം കെട്ടിക്കളയും. ഉലകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത നിലയിൽ എന്റെ തമ്പുരാന് ചെയ്യാൻ കഴിയോ? ഈ പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ആരുടക്കിയ ദൂത് പറയുന്നു. ഒരു മനുഷ്യന്റെയും കണ്ണുകൾക്ക് അവൻ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ നിനക്ക് വേണ്ടി, നിന്റെ തലമുറക്ക് വേണ്ടി എന്റെ തമ്പുരാൻ ചെയ്യുമെന്ന് ഇന്ന് ഞാൻ ദൂത് പറഞ്ഞാൽ ആ ദൂതിനെ ചാടിപ്പിടിക്കാൻ ഇന്ന് പകൽ എത്ര പേരുണ്ട്? ചിലത് ഇന്ന് പകൽ തുറക്കുകയാണ്, ചിലത് ഇന്ന് പകൽ ഓപ്പൺ ആകുകയാണ്. അന്ധകാര വ്യാപാരത്തിന് കെടുതികൾ കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ ശത്രു വെച്ചത് ഈ പകൽ ഞാൻ പൊട്ടിക്കുക. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, എന്തുമാവട്ടെ, മോശി അങ്ങ് വളർന്നു. മടിയിലിട്ട് താരാട്ട് പാടിയത് എബ്രായന്റെ പാട്ടാ. എബ്രായന്റെ പാട്ട് കേട്ട് വളർന്ന കൊച്ചന് മനസ്സിലായി, ഞാൻ ഇവിടെ ഒതുങ്ങാനുള്ളതല്ല, ഇതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, ഇതൊരു തമ്പുരാന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ദൂത. നിങ്ങൾ ഇന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ തലമുറ ഈ സ്റ്റേജിലും ഇല്ല, മൈക്ക് പിടിക്കാനുമില്ല, അവർ തമ്പുരാനെ അത്ര ആവേശത്തോടെ സേവിക്കാനുമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യ്, നിങ്ങൾ അവിടെ പുറകെ നിന്ന് കുറ്റം പറയാതെ വെയിറ്റ് ചെയ്യേ. കാലം തെളിയിക്കും അവർ ഉപയോഗിക്കുന്നത്, കാലം തെളിയിക്കും അവർ ഉപയോഗിക്കുന്നത്. ദൈവം അവരുടെ സ്റ്റേജുകളിൽ കൊണ്ടുവരുന്നത് ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് പ്രയോജനമാകുന്നത് തമ്പുരാൻ തെളിയിക്കുമെന്ന്. വെയിറ്റ് ചെയ്യ്. ഒരല്പസമയം നീ വെയിറ്റ് ചെയ്യ്. കാലഘട്ടം മാറും, അന്തരീക്ഷം മാറും. നീയും തലമുറയുടെ കൂട്ടത്തിൽ നിന്റെയും തലമുറ കയറി നിൽക്കുന്നത് രാജ്യങ്ങളിൽ, രാജ്യാന്തരങ്ങളിൽ അവർ ഉപയോഗിക്കപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. ഇത് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാണ്. ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് വ്യാജം പറയുകയല്ല, ആത്മാവ് ഇടപെടുന്നുകൊണ്ട് പറയുന്നു. ഭാരപ്പെടണ്ട. ഒരുപക്ഷെ നിനക്ക് പ്രയാസമുണ്ട്, ദൈവമേ ആ സ്റ്റേജിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പം എന്റെ തലമുറ ഇല്ലല്ലോ. ഭാരപ്പെടണ്ടേ. ഒരു 40 കഴിയട്ടെ, അടുത്തൊരു 80 കഴിയട്ടെ. അവൻ കർത്താവ് വരുന്നതിന് മുൻപ് നിന്റെ തലമുറയിലൂടെ ഒരു ശുശ്രൂഷ എന്റെ തമ്പുരാൻ ചെയ്യിപ്പിക്കും. ആരെയും ദൈവം മാറ്റി നിർത്തത്തില്ല, ആരെയും ദൈവം തള്ളിക്കളയത്തില്ല, ആരെയും ദൈവം ഉപേക്ഷിക്കത്തില്ല, ആരെയും ദൈവം ഉപേക്ഷിച്ച് തള്ളുകയില്ല. കൊണ്ടുവരും ദൈവം. പക്ഷെ ഞാൻ ഇവിടുന്ന് പ്രവചിച്ചു പറയുന്നു, ഇതിനകത്ത് ഒരെണ്ണം നഷ്ടമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഒരു വാക്യമുണ്ട്, ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് പറയാൻ നിത്യതയുടെ തുറമുഖത്ത് ദൈവം ചിലതിനെ കൂട്ടിവെക്കും, നഷ്ടമാവില്ല. ശത്രുവിന്റെ കരം ഇന്ന് പകൽ ദൈവം ഒടിക്കും. ദൈവത്തിന് ആത്മ പറയുന്നു, ഫറവോന്റെ പുച്ഛത്തെ ഒടിച്ച ദൈവം നിനക്ക് കുടുംബത്തിനുമെതിരെ നിൽക്കുന്ന ഫറവോന്റെ പുച്ഛത്തെ എന്റെ ദൈവം ഒടിക്കും, എന്റെ തമ്പുരാൻ ഒടിക്കും. ഇതൊരു മിറക്കിളാക്കി മാറ്റും, ഇതൊരു അത്ഭുതമാക്കി മാറ്റും. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മോനോട് ദൈവം പറയുന്നു, ഈ കുഞ്ഞിനോട്, മോനെ എഴുന്നേറ്റ് നിന്നേ, ഇതിൽ ഈ ബ്ലൂ ബനിയാൻ മോനെ ദൈവം നിന്നെ ഉപയോഗിക്കും. ഇവന്റെ പാരൻസ് ഇവിടെ ഉണ്ടോ? വന്നിട്ടില്ല. പക്ഷെ കുഞ്ഞെ, നീ ഉപയോഗിക്കപ്പെടും മോനെ, നീ പ്രയോജനപ്പെടും മോനെ. ഞാനിവിടെ കയറി നിന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളോട് ദൂത് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നിലധികം പ്രാവശ്യം ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഞാൻ ആരോടും ദൂത് പറയത്തില്ല. പക്ഷെ ഒത്തിരി നേരമായി എന്നോട് ദൈവം പറയുന്നു, നീ മുൻനിരയിൽ വരും. ദൈവം നിന്റെ ശബ്ദത്തെ തൊടാൻ പോകുകയാണ്. നിനക്കൊരുപാട് കൊതിയുണ്ട്, നിനക്കൊരുപാട് വാഞ്ചയുണ്ട്. പക്ഷേ നീ കുറെ രാജ്യങ്ങൾ കറങ്ങും. നിനക്കൊരു മുന്നോട്ട് വാ മോനെ, നിനക്കൊരു യാത്രയുണ്ട്. ദൈവം നിന്നെ മുന്നിലോട്ട് കൊണ്ടുപോകുമോ? അവൻ സാഹചര്യം നോക്കിയാൽ നടക്കത്തില്ല. പക്ഷേ എന്ന് ദൈവം നിന്നെ കുറെ ആക്ടിവിറ്റി എന്നെ ദൈവം കാണിക്കുന്നു. നീ മിടുക്കനാ. നിന്നെ കലാപരമായും കായികപരമായും ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. അത് എനിക്കറിയത്തില്ല. കർത്താവ് എന്നോട് പറയുന്നു, നീ ശക്തമായി വരൂ. ദേശം അറിയപ്പെടുന്ന പോലെ, രാജ്യങ്ങൾ അറിയപ്പെടുന്ന പോലെ. കൊണ്ടുവരും ദൈവം. അസാധ്യങ്ങളെ നിന്നിലൂടെ ദൈവം. പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്കണം, പിന്മാറരുത്, കാലയുടെ പുറകോട്ട് വെക്കരുത്. നീ നിന്നാൽ
നിന്നെ ഞാൻ ചരിത്രമാക്കും. തമ്പുരാനെ അങ്ങയുടെ കരത്തിൽ തരുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ. ശബനരക സന്തലരകതല. പ്രാർത്ഥിച്ചോ, 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 ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്കറിയത്തില്ല, ഇന്നത്തെ മെസ്സേജ് മുഴുവൻ ഞാൻ കയറിയപ്പോൾ തൊട്ട് തലമുറകളിലേക്കാണ് പോകുന്നത്, തലമുറകളിലേക്കാണ് പോകുന്നത്. ആമേ. എന്നോട് കർത്താവ് പറയുന്നതൊക്കെ ഞാനങ്ങ് ഏറ്റു പറയുക. കാക്കയ്ക്കും പരുന്തിനും നിന്റെ തലമുറ കൊടുക്കില്ല ദൈവം. കൊത്തിക്കൊണ്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധ ആത്മാവ് ഇന്ന് മകൾ അരുളപ്പാട് ദൈവസഭയെ നോക്കി പ്രവചനാത്മാ വിളിച്ചു പറയുന്നു. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക്, ദൈവകൃപയുടെ സാന്നിധ്യത്തിലേക്ക് ദൈവം ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയെ കൊണ്ടുവരും. ശബനകൽക്കര കേട്ടതെല്ലാം അമ്മയുടെ മടിയിൽ കിടന്ന് കേട്ട താരാട്ടുപാട്ട് മുഴുവൻ എബ്രായരുടെയാ. വളർന്ന കൂട്ടത്തിൽ രണ്ട് കാര്യം വളർന്നു. പുറത്ത് മോശ എന്നൊരു വ്യക്തിത്വം വളർന്നു, അകത്ത് തന്നെ കുറിച്ചുള്ള വിളിയിൽ അകത്തൊരു മോശ വളർന്നു. പുറത്തും അകത്തും വളർന്ന മോശ രണ്ട് ടൈപ്പായിരുന്നു. പുറത്ത് വളർന്നത് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ടാണ്, പക്ഷെ അകത്ത് വളർന്നത് എബ്രായനായിട്ടാണ്. അതുകൊണ്ട് താൻ ചെയ്തെന്നറിയോ, രണ്ടുപേർ തമ്മിൽ വഴക്കിടുന്ന കണ്ടപ്പോ നേരെ ചെന്നു മിസ്രയേമിനെ അടിച്ചു കൊന്നു. അകത്തെ മോശ എഴുന്നേറ്റു. തെളിവ്, മിസ്രയേംകാരനാണ് മോശ, മിസ്രയേമിലെ ഫറവോന്റെ പുത്രനാ മോശ. കൊല്ലേണ്ടത് എബ്രായനെയാ, അല്ലേ? പക്ഷേ അകത്തെ മോശ പറഞ്ഞു, മറ്റവൻ ശത്രു, ഇത് മിത്രം. നോക്കണേ, താരാട്ടുപാട്ട് കേട്ട് വളർന്നതിന്റെ ആ വ്യത്യാസം എന്നറിയാമോ? അകത്ത് വിളിച്ചു പറഞ്ഞു, എബ്രായം നിന്റെ സഹോദരനാ, മിസ്രയേമിൻ നിന്റെ ശത്രുവാ. കൊന്നത് എബ്രായനെ അല്ല, കൊന്നത് മിസ്രയേമിനെയാ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദേശം വിട്ട് ഓടേണ്ട ഗതികേട് വന്നു. 40ാമത്തെ വയസ്സ്. പക്ഷെ ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. വൈകിട്ടുണ്ടല്ലോ, നമുക്ക് മെസ്സേജ് ഒക്കെ കേൾക്കാം. ഇന്ന് പരിശുദ്ധാത്മ പറയുന്ന പോലെ പോട്ടെ. ആദ്യത്തെ 40ാമത്തെ വയസ്സിൽ ഒറ്റ ഓട്ടമാ. ഓട്ടം എന്നാന്നറിയാമോ? ദൈവകൃപയിൽ ചാരി നിന്ന് ചെയ്തെന്ന പുള്ളിയുടെ ധാരണ, ദൈവത്തിന് വേണ്ടി ചെയ്തെന്ന പുള്ളിയുടെ ധാരണ. നിങ്ങൾ എന്നും ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്ത് വേണേലും നിങ്ങളുടെ പഠിപ്പ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും ചെയ്യാം. പക്ഷേ ശുശ്രൂഷ മാത്രം കൃപ കൊണ്ടേ നടക്കത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. ഞാൻ ഇന്നും ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സാക്ഷ്യം പറഞ്ഞത്, എനിക്ക് ഒത്തിരി സാക്ഷ്യം പറയുന്നത് ആവർത്തന വിരസത ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ പറയത്തില്ല. എന്തായാലും നിങ്ങൾക്കറിയാലോ, എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരുന്നു, അറിയാലോ. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. 95 എനിക്ക് പാലക്കാട് ഒരു മീറ്റിംഗ് കിട്ടി. പാലക്കാട് എന്നെ ആദ്യമായിട്ട് പാലക്കാട് ഒരാൾ മീറ്റിങ്ങിന് വിളിക്കുന്നേ. ഞാൻ മീറ്റിങ്ങിന് ചെന്നു. മീറ്റിങ്ങിന് കാഞ്ഞിരപ്പുഴ ഇറങ്ങിയപ്പോൾ പണ്ടത്തെ ഒരു അർമദ ജീപ്പില്ലേ, അർമദ വൈറ്റ് ജീപ്പ് വന്നു. ജീപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുരിശൊക്കെ വരച്ചിട്ടുണ്ട് ജീപ്പിൽ. എനിക്ക് ഇതൊരു പന്തികേട് പോലെ തോന്നി. ഇറങ്ങി വന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ബ്രദർ അല്ലേ? ഞാൻ അതെ ബ്രദറാ. ഞാനൊരു ജീൻസ് ഒരു നീല ബനിയനൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. എൻ്റെ കയ്യിൽ കൊച്ചു ബാഗുണ്ട്. എന്നോട് ചോദിച്ചു, ബ്രദർ അല്ലേ? ഞാൻ അതെ ബ്രദറാ. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ആ പള്ളിയിലെ ബ്രദറാ. ഞാൻ ഏത് പള്ളി? കത്തോലിക്ക പള്ളിയിലെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെയാ മീറ്റിങ്ങിന് വിളിച്ചേ? കൊച്ചിയിലുള്ള ബിജു ബ്രദറിനെ. അപ്പം എനിക്ക് മനസ്സിലായി തെറ്റിപ്പോയതാ, ഏതായാലും തെറ്റിപ്പോയതാ. ഇവര് എന്നെ ബ്രദറായിട്ട് വിളിച്ചു. അപ്പം ഞാൻ ഓർത്ത്, ഏതായാലും വിളിച്ചതല്ലേ, ഇനി മാറ്റണ്ട. പിന്നെ ഞാൻ ഒന്ന് മാറ്റി ചവിട്ടി ഇന്ന് സ്വസ്വരം ഒന്നും പറഞ്ഞില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ്. ഇത് 2 വർഷങ്ങളായിട്ട് ജനിപ്പിച്ചത് പറഞ്ഞതല്ലേ. വിളിയും പറഞ്ഞ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വണ്ടിയെ കയറി ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ എല്ലാം പള്ളിയുടെയും കൂടി യൂത്ത് മീറ്റിംഗ്. അവിടെ സ്വതന്ത്രം പറഞ്ഞ് എൻ്റെ പാസ്റ്ററെ പന്തലിട്ടിട്ട് കുഞ്ഞുങ്ങളുടെ യൂത്ത് എത്ര ഉണ്ടെന്നൊരു പിടുത്തവുമില്ല. ഇങ്ങനെ നോക്കിയപ്പോൾ കുരിശും എല്ലാം ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ കസേര ഇട്ടിട്ടുണ്ട്. ഞാൻ രാവിലത്തെ ട്രെയിൻ അവിടെ ചെന്നിറങ്ങി. എന്നോട് പറഞ്ഞു, കുളിച്ച് റെഡിയാകണം. പിന്നെ ഇന്നിവിടെ പ്രസംഗിക്കേണ്ട സബ്ജക്റ്റൊക്കെ കിട്ടിയായിരുന്നോ? ഞാൻ സബ്ജക്റ്റോ?
എൻ്റെ സബ്ജക്റ്റ് തന്നെ എന്താണെന്ന് എനിക്കറിയാതെ ഞാൻ ജീവിക്കുക. എന്നോട് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല ആന്തരിക സൗഖ്യം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആന്തരിക സൗഖ്യം. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു പറഞ്ഞില്ലായിരുന്നു വിളിച്ചപ്പോൾ. ഞാൻ പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ താമസിച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇഡ്ഡലി വിളമ്പിയവനോട് ചോദിച്ചു, സൗകര്യം എന്തൊക്കെയുണ്ട്? ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ആന്തരിക സൗഖ്യം എന്ന് വെച്ചാൽ എന്താ? ശരിക്കും നോക്കിയിട്ട് ചോദിച്ചു, ഇഡ്ഡലി വിളമ്പുന്ന എന്നോടാണ് ആന്തരിക സൗഖ്യം? ഞാൻ വന്നല്ല, ചേട്ടനെ അറിയാമോന്നൊന്നും അറിയണ്ടേ, അതിന് വേണ്ടിയാ. എന്നിട്ട് പറഞ്ഞ് ഈ അകത്തുള്ള എന്തോ ഒരു സൗഖ്യത്തിന് വേണ്ടി. അപ്പം എനിക്ക് ഇവിടുത്തെ കിട്ടിയത് മാത്രം പറഞ്ഞത്. ഞാൻ എൻ്റെ തമ്പുരാനെ, ഇതൊന്നും അറിയാതെ ഞാൻ വന്നിരിക്കുന്നത്. ഏത് മീറ്റിംഗാന്ന് പോലും എനിക്കറിയത്തില്ല. എന്നെ ലജ്ജിപ്പിക്കരുത്, എന്നെ ലജ്ജിപ്പിക്കരുത്. അപ്പോൾ അച്ഛനും കൊച്ചച്ഛനും വികാരി അച്ഛനും എല്ലാവരും ഉണ്ട്. അവർ വന്ന് വാഴ്ത്തി പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് കൊച്ചിയിലെ ഇന്ന രൂപതയിലെ ഇന്ന ബ്രദറാണ് ശുശ്രൂഷിക്കാൻ വന്നത്. എൻ്റെ മുട്ടുകാല് പറക്കാൻ തുടങ്ങി. ആന്തരിക സൗഖ്യമാണ് രാവിലത്തെ ക്ലാസ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്ലാസ് തുടങ്ങിയിട്ട് 11:30 അടുത്തൊരു കഴിയും ടീ ബൈക്കുണ്ട്. അതിനുശേഷം വീണ്ടും ബ്രദർ പ്രസംഗിക്കും. ഞാൻ എൻ്റെ കർത്താവെ കൃപയില്ലാതെ പറ്റില്ല. എൻ്റെ പൊന്നുമക്കളെ, സത്യമായിട്ട് പറയുക, ഞാൻ മൈക്ക് എടുത്തു. ഞാൻ എല്ലാവരും കണ്ണടക്കാൻ പറഞ്ഞു. ആന്തരിക സൗഖ്യമല്ലേ നമ്മുടെ സബ്ജക്റ്റ്. എല്ലാവരും കണ്ണടക്ക്. എന്നിട്ട് യേശുവേ നന്ദി, യേശുവേ സ്തോത്രമൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ കൂട്ടത്തിൽ നിന്ന് പെങ്കൊച്ചുങ്ങൾക്കും ആൺപിള്ളേർക്കും എല്ലാം ഭൂതം അങ്ങ് കൂട്ടമായിട്ട് ഇളകാൻ തുടങ്ങി. ഭൂതം ഇളകുന്ന വെച്ചാൽ ഇവിടെ ഇളകുന്നു, അവിടെ ഇളകുന്നു, ഇവിടെ ഇളകുന്നു. ഭൂതം അങ്ങ് ഇളകിയിട്ട് സ്റ്റേജിനകത്ത് പന്തലകത്ത് തലകുത്തി മറിയുന്നു, കാസരടിക്കുന്നു. കൊച്ചച്ഛൻ ചാടി വന്നിട്ട് ചോദിച്ചു, ഇത് എന്ത് പരിപാടി? ഞാൻ ഇത് ഭൂതമിളകുന്നു. അപ്പൊ വികാരി അച്ഛൻ പറഞ്ഞു, ഈ പോക്ക് കണ്ടിട്ട് ഇവൻ ബ്രദർ അല്ല, ഇവൻ പാസ്റ്ററാണ്. അത് വന്നേ. ഹല്ലേലൂയ. ഉടനെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു, നിർത്തണ്ട, ഇതിവിടെ കാണാത്തതല്ലേ, സംഭവിക്കാത്തതല്ല, നടന്നോട്ടെ. ഞാൻ 3 ദിവസം അവിടെ പ്രസംഗിച്ചു. ആ പന്തൽ ഇളകി മറിഞ്ഞു. അവൻ നിങ്ങൾക്കറിയാമോ, അടുത്ത 2 മീറ്റിങ്ങിൽ, അതിനുശേഷം അവരുടെ സോൺ മീറ്റിംഗ് തൃശ്ശൂർ പള്ളിയുടെ മുറ്റത്ത് നടന്നു. ആ മീറ്റിംഗിലും യൂത്ത് മീറ്റിംഗ് പ്രസംഗിപ്പാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. ഇന്ന് പകൽ ഒരു ദൂതി ഞാൻ പറയാ, നീ പഠിച്ചത് വെച്ച് അവൻ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ ദൈവീക ജ്ഞാനമുണ്ടാകണം. അതുകൊണ്ടാണ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ അപ്പോസ്തലനായ പൗലോസ് നിന്നിട്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, എനിക്ക് ഈ ദർശനം അങ്ങയുടെ കൂടാരത്തിൽ നിന്ന് കിട്ടിയതല്ല, അങ്ങയുടെ കുസീഞ്ഞക്കകത്ത് നിന്ന് കിട്ടിയതല്ല, ഇത് സ്വർഗീയ ദർശനമാണ്. അതുകൊണ്ട് സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. ദൈവമക്കളെ, ശുശ്രൂഷ പഠിച്ചു ചെയ്യാനുള്ളതല്ല, ശുശ്രൂഷ ആക്ഷൻ അല്ല, ശുശ്രൂഷ ദൈവകൃപയാണ്. ഒരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. ഞാൻ ഒരു ദൂതുകൂടി വേണമെങ്കിൽ പറയാം, ശ്രദ്ധിച്ചോ. തലച്ചോറിനുള്ളകത്ത് നീ വിളിച്ചു പറഞ്ഞാൽ, തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്തത് നീ വിളിച്ചു പറഞ്ഞാൽ ജനത്തിന്റെ തലച്ചോറിന് മാറ്റം വരും. എന്ന കൃപയോടെ പറഞ്ഞാൽ അന്തരാത്മാവിൽ മാറ്റം വരും. ഇന്ന് ജനത്തിന് വേണ്ടത് തലച്ചോറിനകത്തുള്ളതല്ല, അകത്തുനിന്ന് വരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലം നദി ഒഴുകും. പുറത്തുനിന്നല്ല അച്ഛ ഒഴുകേണ്ടത്, അകത്തുനിന്ന് ഒഴുകട്ടെ. ഇന്ന് പക തലമുറ ഇവിടെ അകത്തുനിന്ന് ഒഴുകട്ടെ. മക്കളെ, ശുശ്രൂഷ ചെയ്യണോ? പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ. ശുശ്രൂഷ ചെയ്യണോ? അവൻ ഉപവസിച്ചു വേണം ചെയ്യാൻ. എനിക്ക് ദൈവം തന്ന നല്ല ദൈവദാസനായിട്ട് നന്ദി. ഞാൻ പണ്ട് പറഞ്ഞു, 1/2 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ എന്നെ കൊണ്ട് ജോഷി പാസ്റ്റർ 1 മണിക്കൂർ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കാൻ വന്നത് ഈ വൈറ്റില പാലം കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് പോകുമ്പോൾ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, സൈനു പാസ്റ്റർ, ഓർമ്മയുണ്ടോ? സൈനു പാസ്റ്ററിന്റെ വീട്ടിനകത്താണ് ദ മാസ്റ്റേഴ്സ് മിനിസ്ട്രി എന്ന ആമൻ സംഘടന രൂപം കൊള്ളുന്നത്. മാസ്റ്റർ മിനിസ്ട്രി ആരംഭിക്കുന്നത് ഞാനും ജോഷി പാസ്റ്ററും ഡാമിയൻ പാസ്റ്ററും കൂടിയാണ്. ഞങ്ങൾ 3 പേരും കൂടി സൈനു പാസ്റ്ററിന്റെ വീട്ടിനകത്തിരുന്നാണ് ആരംഭിക്കുന്നത്. അതിന്റെ സെക്രട്ടറി ഞാനായിരുന്നു. ആമൻ എന്റെ പ്രസിഡന്റ് ജോഷി പാസ്റ്റർ ആയിരുന്നു. അങ്ങനെ ആരംഭിച്ചത് മാസ്റ്റേഴ്സ് മിനിസ്ട്രി. ആ വീട്ടിനകത്താണ് ആരംഭിച്ചത്. അന്ന് 1/2 മണിക്കൂർ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. പക്ഷെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ വീട്ടിൽ കിടന്നുറങ്ങണം. അങ്ങനെ പാസ്റ്റർ വീട്ടിൽ കിടത്തുറക്കി. 2 മണിക്ക് എന്നെ വെളുപ്പിന് വിളിച്ചു.
പ്രാർത്ഥിച്ചു. മുറിക്കകത്തോട്ട് കയറാൻ പറഞ്ഞു. എന്തിനാ? ഇന്ന് അരമണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ നീ 2 മണിക്കൂർ പ്രാർത്ഥിക്കണം. 2 മണിക്ക് മുറിക്കകത്ത് കയറി 7:30 മണി വരെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, അരമണിക്കൂർ പ്രസംഗിപ്പാൻ. അതൊരു ട്രെയിനിങ് ആയിരുന്നു പക്ഷേ. അതുകൊണ്ട് ഇപ്പൊ എന്നാ പറ്റിയെന്നറിയാമോ? ഇപ്പൊ 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ശീലിപ്പിച്ചു. ദൂത് മനസ്സിലായോ? ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാ. കീബോർഡ് വായിക്കുന്നോ വായിച്ചോ, പാട്ട് പാടുന്നോ പാടിക്കോ, ശുശ്രൂഷ ചെയ്യണോ ചെയ്തോ. ഇത് ഒരിക്കലും നിങ്ങൾ ഒരു പണി പോലെ ചെയ്യരുത്. ഇത് കൃപയോടെ ചെയ്യേണ്ടതാണ്. മോശെ, നിനക്ക് വേണ്ടത് ദൈവകൃപയാണ്. കൃപയിൽ നിന്നും പുറത്തു വരട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞല്ലോ, അത് കൃപയിൽ നിന്ന് വരട്ടെ. ഒരാമേനെ പറഞ്ഞല്ലോ, അത് കൃപയിൽ നിന്ന് വരട്ടെ. പ്രാർത്ഥന കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരത്ഭുതകരമാക്കി ദൈവം മാറ്റും. നടക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ആമൻ വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നിലവാരം മാറും. ഞാൻ നേരത്തെ തമാശ പറഞ്ഞതല്ല. 2025 ആമൻ ഡിസംബർ 30 വരെ ഇതിനകത്തെ കലണ്ടറിൽ ഒരു ദിവസം പോലും ഇല്ലാതെ യാത്രകൾ കൊണ്ട് നിറച്ചു. ആമൻ കാനഡ, USA, ആമൻ സൗദി അറേബ്യ രാജ്യങ്ങൾ വാതിൽ ഒരു എനിക്ക് തോന്നുന്നു ഡിസംബർ 30 വരെ ഇതിനകത്തെ കലണ്ടറിൽ ഒരൊറ്റ ദിവസമില്ല. ഞാൻ ഈ മീറ്റിംഗിൽ ലാസ്റ്റ് വരാനാണ് എനിക്ക് സന്തോഷമുണ്ടായത്. പക്ഷേ ഈ ഒരു ദിവസം ഉള്ളത് കൊണ്ട് ഇവിടെ വന്നേ. എന്തുകൊണ്ടാന്ന് പറയും, എൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന കൂട്ടുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ വിശാലമാകും. പ്രാർത്ഥിച്ചേ പറ്റും. മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. മോശ ഇവിടെ പരാജയം എന്നാന്നറിയാമോ? മോശ ചെയ്തത് തൻ്റെ സ്വയത്വത്തിൽ നിന്നാ ചെയ്തത്, സ്വയാശ്രയത്തിൽ നിന്നാ ചെയ്തത്. കാര്യമൊക്കെ ഡിഗ്രി ഒത്തിരി കയ്യിലുണ്ടെന്നേ, കഴിവുണ്ട്. ഒറ്റയാടിക്കൊരു മിസ്രയീമിനെ കൊന്നെങ്കിൽ കായികപരമായും താൻ ചിലത് പഠിച്ചിട്ടുണ്ട്. മോശെ, എടാ നിനക്ക് തെറ്റ് പറ്റിയടാ. എനിക്ക് കഴിവുള്ളവനെ അല്ല വേണ്ടത്, മസൽ പവറുള്ളവനെ അല്ല വേണ്ടത്, മണി പവറുള്ളവനെ അല്ല വേണ്ടത്, ഗ്രേസ് ഉള്ളവനെയാ ദൈവത്തിന് വേണ്ടത്. ദൂത് മനസ്സിലായോ? മണി പവറുള്ളവൻ മാറി നിൽക്കുമ്പോൾ, മസൽ പവറുള്ളവൻ മാറി നിൽക്കുമ്പോൾ ബലഹീനരെ ഇന്ന് വക ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇല്ല ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്, അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്, ബോഷത്വമായതിന് ദൈവം ഇന്ന് സെലക്ട് ചെയ്യുന്നു. ദൈവം ചിലതിനെ പുറത്തുകൊണ്ട് വരുന്നു. അതെ, ബോഷത്വമായതിന് ദൈവം പുറത്തു കൊണ്ടുവരും. ചിലരെ ലജ്ജിപ്പിക്കേണ്ടതിന്. എനിക്ക് കഴിവില്ല കർത്താവേ, എനിക്ക് മിടുക്കില്ല കർത്താവേ, എനിക്ക് വായിക്കാൻ അറിയില്ല കർത്താവേ, അങ്ങനെയുള്ളതിനെ ദൈവം ഇന്ന് വക തൊടുന്നത്. ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. യെരമ്യാവിനെ, ഞാൻ ബാലനാണ്, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ യെരമ്യാവിനെ ദൈവം തൊട്ടതുപോലെ ദൈവം നിന്നെ തൊടും. ദൈവം നിന്നെ തൊടും. ദൈവത്തിന്റെ ചലനം ഇതിനകത്തുണ്ടാകും. എനിക്കറിയാം, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അസാധാരണ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. മോശ അവിടെ നിന്ന് ഓടി. അടുത്ത 40 വർഷം പ്രാർത്ഥനയില്ല, പറ, ആരാധനയില്ല, ദൈവിക കൂട്ടായ്മയില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവത്തോട് പിണങ്ങി. അടുത്ത 40. ഇപ്പൊ മോശക്ക് എത്രയായി? 80 വയസ്സ്. തമ്പുരാൻ നോക്കിയപ്പോളേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം. വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം നിവർത്തിപ്പാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ശുശ്രൂഷ ചെയ്യേണ്ടവൻ മരുഭൂമിയിലൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് പിന്മാറ്റത്തിൽ നടക്കുക. ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. ദൈവം വിചാരിച്ചു, എനിക്ക് ആ മോശയെ പുറത്തു കൊണ്ടുവരണം, ആരെ അടുക്കും ദൈവം? ആരിലൂടെ കൊണ്ടുവരും? നേരെ പെട്ര ചർച്ചിൽ വന്നിട്ട് റോയ് പാസ്റ്റോട് ചോദിച്ചു, റോയ് പാസ്റ്റർ, എനിക്ക് ലോകം കണ്ടതിൽ വെച്ച് ശക്തനായ ഒരു മോശയെ വെളിയിൽ കൊണ്ടുവരണം, അങ്ങയുടെ സഹായം വേണം. ദൈവം ചെന്നില്ല. നേരെ ഫോട്ടോ വെച്ച് വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട്, ബിജു പാസ്റ്റർ, നിന്റെ ആവശ്യമുണ്ട്, എനിക്ക് മോശയെ കൊണ്ടുവരണം. ദൈവം വന്നില്ല. അവരാരും ദൈവം സെലക്ട് ചെയ്യാതെ, ഒരിക്കലും അഹങ്കരിക്കാത്ത, 4 മുഴുവൻ ശാപം പേറി കിടക്കുന്ന, ശാപിക്കപ്പെട്ടതെന്ന് പേര് കിടക്കുന്ന ഒരു മുള്ളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്.
ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? അവൻ ഇത് നിങ്ങൾ ആ ബുഷാണെന്ന് ചിന്തിക്കുക. ആ ബുഷിന്റെ അടുത്ത് വന്നിട്ട്, ആ മുള്ളിന്റെ അടുത്ത് വന്നിട്ട് ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എന്തിനാണ് ആവശ്യം? ലോകം കണ്ടതിൽ വെച്ച് ശക്തനായ ഒരു ലീഡറെ പുറത്തുകൊണ്ടുവരാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ദൂത് മനസ്സിലായെങ്കിൽ ആ മെമ്പറ, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ മനുഷ്യർ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരു മനുഷ്യനും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, ഉലകത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ലീഡറെ കൊണ്ടുവരാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, അവൻ ചിലരെ പുറത്തുകൊണ്ടുവരാൻ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്നലെ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചിലരെ വെളിയിൽ കൊണ്ടുവരാ ദൈവത്തിന് നിന്നെ ഇന്ന് പകൽ ആവശ്യമുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി പറ, അതെ ഞാനാണ്, ആ ദൂത് എനിക്കാണ്, ആ അഭിഷേകം എനിക്കാണ്, അതെന്നെ കുറിച്ചാണ്. സ്വതന്ത്രം 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 സ്വതന്ത്രം. മക്കളെ, ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ആമൻ. ഈ ബുഷിനോട് ദൈവം, നിങ്ങൾക്കറിയാമോ, ഒരിക്കലും അഹങ്കരിക്കാത്ത ഒരാളെ ദൈവം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി പറ, ഒരു മോശയെ മടക്കി കൊണ്ടുവരാൻ, ഒരു മോശയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും അഹങ്കരിക്കാത്ത ഒന്നിനെ ദൈവം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. നോക്കി, ഞാനാണ് മോശയെ കൊണ്ടുവന്നിരിക്കട്ടെ, എന്നിലൂടെയാണ് മോശ വന്നതെന്നിരിക്കട്ടെ. ഒരു ഇമാജിനാണ്, ഞാനാണ് മോശയെ കൊണ്ടുവന്നത്. ആമേൻ. ഞാനാണ് മോശയെ വിശ്വാസത്തിൽ നടത്തിയത്. മോശ ചെങ്കടൽ രണ്ടായപ്പോ അതിനു മുമ്പിൽ ആദ്യം ആരിറങ്ങും? ഞാനിറങ്ങും. എന്റെ ശിഷ്യനാ. ഈ ക്രെഡിറ്റ് എടുക്കാൻ ഭയങ്കര വില്ലന്മാരാ നമ്മള്. ഇതാരാന്നറിയും? എന്റെ ശിഷ്യനാ, ഞാൻ കൊണ്ടുവന്നവനാ, ഇവനെ ഞാൻ നേടിയതാ. പിന്മാറ്റത്തിൽ പോയ മോശയെ ഞാനാ കൊണ്ടുവന്നത്. ഇപ്പൊ ലക്ഷങ്ങളുടെ പാസ്സായി എന്നും ഞാൻ കയറി മുമ്പേ നിൽക്കും എന്ന ദൈവം നോക്കിയപ്പോ മോശയുടെ മുമ്പിൽ കയറാത്ത ഒരുത്തനായി മുള്ളു. ഒരല്ലി പറ. മുള്ളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മുള്ളേ, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ആ ദൂത് നിന്നോടായിരിക്കും. മുള്ളേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. മുള്ള ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അല്ലെ, സർവ്വചരാചരങ്ങളും ദൈവത്തോട് സംസാരിക്കുമല്ലോ, കാരണം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, അവൻ സൃഷ്ടാവല്ലേ. മുള്ളി ചോദിച്ചു, ദൈവമേ, എന്താ അങ്ങയുടെ പരിപാടി? ദൈവം പറഞ്ഞു, എടാ, 40 വർഷമായി 80 വർഷമായി പിന്മാറി നടക്കുന്ന, ആമൻ, 60 ലക്ഷം 35 ലക്ഷം ജനത്തിന്റെ ലീഡറാകേണ്ട ഒരുത്തൻ ആടിനെ കൊണ്ട് ഈ പട്ടണത്തിൽ നടപ്പുണ്ട്. എനിക്കവനെ മടക്കി കൊണ്ടുവരാൻ നിന്റെ ആവശ്യമുണ്ട്. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഞാനൊരു ദൂത് പാസ്റ്ററോട് പറയട്ടെ. ഈ പട്ടണത്തിൽ ദൈവം കണ്ട ഒരുപാട് ലീഡേഴ്സ് ഇവിടെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഈ ഉപവാസത്തിലൂടെ ചിലതിനെ ദൈവം അകത്തു കൊണ്ടുവരും, ചില ദൈവം അകത്തു കൊണ്ടുവരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലോ, ചില ദൈവം അകത്തു കൊണ്ടുവരും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലത്, ആയിരങ്ങളെയല്ല, 10,000-ങ്ങളെയല്ല, ലക്ഷക്കണക്കിന് ആളുകളെ നടത്തേണ്ട ചില ലീഡേഴ്സിനെ ദൈവം പുറത്തുണ്ട്. ഇവിടെ കത്തുന്ന തീയിൽ ദൈവം ചിലതിനെ അകത്തു കൊണ്ടുവരും. ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്വതന്ത്രം ചെയ്തേ. അത് ഇനിയാണ് ഇതെന്നോട് ദൈവം സംസാരിച്ചതാ കേട്ടോ. ദൈവം അവൻ മുള്ളിനോട് സംസാരിച്ചു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. പക്ഷേ മുള്ളി ചോദിച്ചു, തമ്പുരാനെ, എന്താണ് നിന്റെ പർപ്പസ്, എന്താണ് നിന്റെ പരിപാടി? ദൈവം ശാന്തമായി പറഞ്ഞു, നിനക്ക് പ്രയാസമൊന്നും തോന്നരുത്, എന്റെ തീ ഞാൻ നിന്റെ മേലിടും. ഒരു സഹോദരൻ പറഞ്ഞേ, ഏത് മുള്ള ഭയപ്പെടാത്തത്, ഏത് മുള്ള ഒന്നും ഞെട്ടാത്തത്? തീ വീണാൽ കത്താതിരിക്കുമോ? തീ വീണ ചാമ്പലാകാതിരിക്കുമോ? മുള്ള ചോദിച്ചു കാണും, തമ്പുരാനെ, അങ്ങിടുന്നത് തീയാണെങ്കിൽ ഞാൻ ചാമ്പലാവത്തില്ലേ? തമ്പുരാന്റെ മറുപടി, വെന്തുപോകാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. ദൂത് മനസ്സിലായോ? ദൈവത്തിന്റെ തീയാണ് നിന്റെ മേൽ വീഴുന്നതെങ്കിൽ ഒരു കേടുപാട് വരാതെ ദൈവം നിന്നെ പരിപാലിച്ചുകൊള്ളു. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ കൃപയുടെ തീ നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തീ നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ അഗ്നി നിന്റെ മേൽ ഇട്ട് കഴിഞ്ഞാൽ വെന്തു പോവാതെ ദൈവം നിന്നെ പരിപാലിച്ചുകൊള്ളും. ഞാൻ ഒരു വാക്യം നിങ്ങളോട് പറയുന്നു. ആമൻ. ഞാൻ പറയുന്ന വാക്യം പുറപ്പാട് 25 എടുക്കണ്ട. അവിടെ ഇങ്ങനെ പറയുന്നു, തീ വീണിട്ട് കറ്റയോ കറ്റക്കൂട്ടമോ വെന്തുപോയാൽ തീ കത്തിച്ചവൻ പകരം തരും. മനസ്സിലായില്ലല്ലേ? അങ്ങനെ പറഞ്ഞ മനസ്സിലാകത്തില്ല. അടുത്ത പറയുമ്പോൾ മനസ്സിലാകും. തീ വീണിട്ട് കറ്റയോ കറ്റക്കൂട്ടമോ വെന്തുപോയാൽ തീ കത്തിച്ചവൻ
പകരം തരും. എന്നിട്ടും മനസ്സിലായില്ല. അടുത്ത പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. എന്റെ നാമനിമിത്തം വീടോ ധനമോ അപ്പനെയോ അമ്മയെയോ വിട്ടാൽ അതിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു തരും. ദൂത് മനസ്സിലായോ? എന്റെ നാമത്തിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചാൽ, എന്തെങ്കിലും വിടേണ്ടി വന്നാൽ വിട്ടതിന്റെ 4 മടങ്ങ് 1000 മടങ്ങ് ദൈവം മടക്കി തരും. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിച്ചോ. ആ ദൂത് ഇന്ന് പകൽ കത്തട്ടെ. ആത്മാവ് തീ പിടിക്കട്ടെ. ആത്മാവ് ചലിക്കട്ടെ. മടക്കി തരും, മടക്കി തരും, മടക്കി തരും. അവൻ ആർക്കും കടക്കാരനല്ല. അവൻ ആർക്കും എന്തല്ല? അവൻ ആർക്കും കടക്കാരനല്ല. ദൈവനാമത്തിന് വേണ്ടി പടക് വിട്ടോ, ദൈവനാമത്തിന് വേണ്ടി വീട് വിട്ടോ, ദൈവനാമത്തിന് വേണ്ടി ചിലതൊക്കെ വിട്ടോ, കുഞ്ഞെ നീ കുറിച്ചു വെച്ചോ, മടക്ക് തരും ദൈവം. ഞാൻ വിട്ടതൊരു കൊലശ്ശേരിയാ, ഞാൻ വിട്ടതൊരു കൈപ്പാണിയാ, ഞാൻ വിട്ടതൊരു വള്ളവും വലയാ. ഹല്ലേലൂയ. ഞാൻ വിട്ടതൊരു വള്ളവും വലയാ, ഞാൻ വിട്ടതൊരു കൈപ്പാണിയും കൊലശ്ശേരിയാ. എനിക്ക് വിടാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തമ്പുരാൻ തന്നപ്പോ ഇരട്ടിയല്ല തന്നത്, ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി. ഓ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞ്, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത അല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത അല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആമേൻ. അടുത്തിരിക്കുന്ന 2, 3, 4 പേരോട് പറ, എന്റെ തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. ഒന്ന് പറ, സന്തോഷത്തോടെ പറ, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇത് കുറിച്ചു വെച്ചോ, ഇത് കുറിച്ചു വെച്ചോ. വിട്ടതിനേക്കാൾ അധികം ദൈവം മടക്കി തരുന്നൊരു ദൈവമാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. തമ്പുരാൻ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മടക്കി തരും. അതിന് ഈ ആമേൻ പോരല്ലോ. കൊടുക്കുമ്പോ പിശുക്കി കൊടുക്കേണ്ട, നല്ലപോലെ കൊടുത്തോ ദൈവം തിരിച്ചു തരും. ഒരു ഗർഭപാത്രം വിട്ടുകൊടുത്തു മറിയ. പക്ഷേ ഒരു ഗർഭപാത്രം വിട്ടുകൊടുത്തത് കൊണ്ട് മറിയ കിട്ടിയ ശ്രേഷ്ഠത എന്നാണെന്നറിയോ? ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പുകഴ്ച. ഒരു കല്ലറ യേശുവിന് വേണ്ടി ഒരുത്തം വിട്ടുകൊടുത്തു. അത് ഇന്നും ചീഞ്ഞു നാറാത്ത തുറന്ന കല്ലറയായി കിടക്കുന്നു. ഒരു കല്ലറയിലും ആരും പോയി സന്ദർശിക്കത്തില്ല. ആണ്ട് കുർബാനക്ക് തിരികെത്തിക്കാനേ പോകത്തുള്ളൂ. പക്ഷെ ഈ കല്ലറയിൽ 365 ദിവസം വിസിറ്റേഴ്സാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറ. ഒരുത്തൻ ഒരു അല്പസമയത്തേക്ക് ഒരു പടക് വിട്ടുകൊടുത്തു. കാലിയായതാ വിട്ടുകൊടുത്തത്, നിറച്ച് തിരിച്ചു കൊടുത്തു. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരു ദിവസം ഒരു വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് ആഹാരം കൊടുത്തു. ബെഥാന്യയിലെ വീട്. കർത്താവ് പോരുന്നതിന് മുമ്പ് അവൻ 60 അല്ല 70 വർഷങ്ങൾ കഴിഞ്ഞാലും ആ വീട്ടിനകത്തുനിന്ന് സ്മെല്ല് പോകാത്ത പോലെ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് ദൈവം നിറച്ചു. കൊടുത്തത് കാലി, നിറച്ചത് അവൻ മീന്. കാലിയായ വീട്, പക്ഷെ നിറച്ചത് സൗന്ദര്യം കൊണ്ട്. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയുന്നു, എന്ത് നീ തമ്പുരാന് കൊടുത്തു അതിന്റെ 1000 മടങ്ങ് അവൻ തിരിച്ചു തരും. ഒരല്ലലി ഉറക്കെ പറ. ആരോഗ്യം കൊടുത്തോ, ആരോഗ്യം മടക്കി തരും. ആയുസ് കൊടുത്തോ, ആയുസ് മടക്കി തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞത്, യെശയ്യാവ് വന്നിട്ട് ദൂത് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ആമേൻ എന്ന് പറഞ്ഞു. ആമേൻ. പ്രവാചകൻ നടുമുറ്റത്തെത്തുന്നതിന് മുമ്പ് പ്രവാചകൻ ഒന്ന് നിക്കവിടെ ചെന്നിട്ട് ആയുസ്സിനോട് നീട്ടാൻ പറ. ഓടി മുന്നോട്ട് പോയ ഘടികാരം പുറകോട്ട് തിരിച്ചു പിടിച്ചു. ദൈവം അവൻ എന്താ ഇങ്ങനെ ചെയ്തത്? അവനൊരൊറ്റ പ്രാർത്ഥന, ദൈവമേ, തിരുമുമ്പിൽ നടന്നതും തിരുഹിത പ്രകാരം ജീവിച്ചതും നിന്നെ പ്രസാദിപ്പിച്ചതും ഓർക്കണം. ആയുസ് നീട്ടി. ദൈവമക്കളെ, ഈ തമ്പുരാനെ സേവിക്കുന്നത് നഷ്ടക്കച്ചവടമൊന്നുമല്ല. ഇതുപോലെ ലാഭമേറിയത് വേറെ
ഒന്നുമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ജീവിക്കുന്നത് ക്രിസ്തുവാ. നിങ്ങളെ ഞാൻ ആവേശം കൊള്ളിക്കുക. ജീവിക്കണമെങ്കിൽ തമ്പുരാന് വേണ്ടി ജീവിക്കണം, ആരാധിക്കണമെങ്കിൽ തമ്പുരാനെ ആരാധിക്കണം. ഇത്രയും ശ്രേഷ്ഠവും മഹത്വമായ ഒരു വിശ്വാസം ലോകത്തിൽ ഇല്ലെന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞ മക്കളെ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. അതുകൊണ്ട് എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, പാട്ടുപാടോ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. സന്തോഷമില്ലേ? എനിക്ക് നിർത്താൻ തോന്നുന്നില്ല മാഷെ. നിങ്ങൾക്ക് വീട്ടിൽ പോണോ? എന്നൊരു സന്തോഷമല്ലേ കർത്താവിന് ഇങ്ങനെ വചനം വായിച്ചും ധ്യാനിച്ചും. ഓ, എന്ത് സന്തോഷം! ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു നന്ദി പറ. ഹല്ലേലൂയ. കർത്താവിന് കെട്ടിപ്പിടിച്ചാണ്ട് ഉമ്മയൊക്കെ കൊടുക്കണം. ഞാൻ മുറിക്കകത്ത് പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പാ ചക്കര ഉമ്മയെന്നൊക്കെ പറയും. കാരണം നമ്മുടെ അകത്ത് ആ സ്നേഹം വർദ്ധിക്കുമ്പോളേ. അധികം ഇളച്ച് കിട്ടിയവൻ, അതാ ഭാഷ. ഞങ്ങൾക്കൊക്കെ അധികം ഇളച്ച് കിട്ടിയതാ. പിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഒരു ഹല്ലേലൂയ പറ. കർത്താവേ, അങ്ങ് എന്താ പറഞ്ഞേ? തീ വീണ ചാമ്പലാവത്തില്ലേ? കർത്താവേ, എൻ്റെ കാര്യം പോക്കാം. തമ്പുരാൻ ഗ്യാരണ്ടി കൊടുത്തു, കത്തിക്കുന്നത് ഞാനാണെങ്കിൽ വെന്തു പോകാതെ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരാമ്യം പറയാൻ പറ്റുമോ? ദൈവം അറിഞ്ഞിട്ടാണൊരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അതിൻ്റെ നടുവിൽ വെന്തു പോകാതെ നിർത്താൻ ദൈവത്തിനറിയാം. ഇതാരോടുള്ള ദൈവത്തിന് അരുളപ്പാടാ. ദൈവം അറിഞ്ഞിട്ടാണ് പ്രശ്നം വരുന്നതെങ്കിൽ അതിന് നടുവിൽ വെന്ത് പോകാൻ ദൈവം ഇടയാക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവഭക്തനായ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ ഞാൻ തെളിയിക്കും, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നും ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. എന്റെ പൊന്നു ദൈവമക്കളെ, എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറയണമെന്നില്ല. തമ്പുരാൻ അറിഞ്ഞിട്ടാണ് നിങ്ങൾക്കെതിരെ കാറ്റ് വരുന്നതെങ്കിൽ ഓടയില്ല ദൈവമക്കളെ. ഒരു പറ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ നടുവിൽ വന്നപ്പോൾ രാവിലെ പ്രസംഗത് ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ചാ, വൈകിട്ട് പ്രസംഗിച്ചത് ആമൻ പൗലോസ് കയറിയ കപ്പലടിച്ച കാറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞല്ലേ? മറന്നുപോയോ? ഞാൻ മറക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും പ്രസംഗിച്ച പ്രസംഗം മറക്കത്തില്ല. കാരണം ഇനി വന്നത് പ്രസംഗിച്ച ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഒത്തിരി ചർച്ച, പക്ഷേ മറക്കത്തില്ല. ഏത് ചർച്ചയിൽ പോയി എവിടെ ഏത് പ്രസംഗം പ്രസംഗിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി അത് പ്രസംഗിക്കാതിരിക്കാൻ അത് ഓർത്തിരിക്കും. ഒരു സ്വത്രം പറഞ്ഞേ, പെട്ര എന്ന് ഓർക്കുമ്പോൾ തന്നെ ഈ 2 മെസ്സേജ് പൊങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. തീ കത്തിച്ചോ? ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. മുള്ള ദൈവത്തോട് ചോദിച്ചു, അല്ല, അങ്ങ് ഈ പിന്മാറ്റക്കാരനായി നടക്കുന്ന മോശ എവിടെയുണ്ട്? അവൻ താഴേക്കുണ്ട്. ഞാന് ഈ തീയും കൊണ്ട് അങ്ങോട്ട് പോണോ? പറ, അങ്ങോട്ട് പോണോ? അവൻ തമ്പുരാൻ പറഞ്ഞു, അതാ നിനക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത. നീ കത്താൻ തുടങ്ങിയാൽ ഇവിടെ നിന്നാ മതി, വിടുവിക്കപ്പെടേണ്ടവൻ ഇവിടെ വന്നോളും. ഇത് മനസ്സിലായോ? പെട്ര ചർച്ച് കത്താൻ തുടങ്ങിയാൽ, ഇതിനകത്തെ ദൈവജനം കത്താൻ തുടങ്ങിയാൽ, ഇവിടുത്തെ ശുശ്രൂഷകന്മാർ കത്താൻ തുടങ്ങിയാൽ, ഇതിനകത്തെ ലീഡേഴ്സ് കത്താൻ തുടങ്ങിയാൽ, ഇതിനകത്തെ വോളണ്ടിയേഴ്സ് കത്താൻ തുടങ്ങിയാൽ, ഇതിനകത്തെ അഭിഷിക്തന്മാർ കത്താൻ തുടങ്ങിയാൽ, ലീഡേഴ്സിനെ ദൈവം അകത്തു കൊണ്ടുവരും. നീ വെളിയിൽ പോവണ്ട, പുറത്തുള്ളവരെ ദൈവം അകത്തു കൊണ്ടുവരും. ഈ പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ തീയും കത്തിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറുണ്ട്? നിന്നിൽ കത്തുന്ന തീയിലൂടെ അനേകരെ ദൈവത്തിന് ആകർഷിക്കാനുണ്ട്. അതെ, ആകർഷിക്കാനുണ്ട്. ഇവിടെ കത്തുന്ന തീയിൽ അനേകർ വിടുവിക്കപ്പെടും ദൈവമക്കളെ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് തിരുവനന്തപുരത്തുനിന്ന്
സോറി, തിരുവനന്തപുരത്തുനിന്ന്, ഹരിപ്പാടെന്ന്, അടൂരിന്ന്, പത്തനംതിട്ടെന്നൊക്കെയാ ഞായറാഴ്ച ആളുകൾ വണ്ടി പിടിച്ച് ചർച്ച വരുന്ന ഭാഷ. ഇത് എൻ്റെ ഒരു സ്വന്തം ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചർച്ചയുണ്ടോ പറയണേ? എനിക്ക് ഈ അഭിഷിക്തന്മാർ പ്രസംഗിക്കുന്നതിൻ്റെ 4-1 പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് തിയോളജിയുടെ ABCD എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടു, തീ കത്താൻ തുടങ്ങിയാൽ വരേണ്ടവൻ വരും. ഇന്ന് പകലും ഞാൻ ആത്മാവിൽ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് പറയുന്നു, നിങ്ങൾ കത്താൻ തുടങ്ങുന്ന മക്കളെ, നിങ്ങളുടെ മേൽ തീ പിടിക്കട്ടെന്നേ. എനിക്കറിയാം ഇന്ന് പകൽ ആ തീ ഇതിനകത്ത് യൂത്തിന്റെ മേൽ പിടിക്കാൻ പോകുകയാണ്. ഇതിനകത്ത് യുവജനങ്ങളുടെ മേൽ ആ തീ പിടിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ഒരു വലിയ ഇമ്പാർട്ടേഷൻ, ഒരു വലിയ പകർച്ച ഇതിനകത്ത് നടക്കാൻ പോകുക. ആ തീ നിന്റെ മേൽ വീഴാൻ പോകുക. ആ തീ നിന്റെ കരങ്ങൾ മേൽ വീഴാൻ പോകുക. അസാധാരണമായ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഇന്ന് പകൽ ഈ കരങ്ങളെ ദൈവം തൊടുക. പ്രാപിച്ചോ? ഇന്ന് പകൽ ആ അഭിഷേകത്തിന്റെ പകർച്ച ദൈവം നിന്റെ മേൽ ചെയ്യാൻ പോകുക. തല മുതൽ ചെറുവിരൽ വരെ ആത്മാവിന്റെ തീ നിന്റെ മേൽ വീഴട്ടെ. ആ തീ നീ പ്രവചിക്കാൻ പോകുക. പ്രവചിക്കാൻ പോകുക. ഒരു പ്രവാചക ശുശ്രൂഷ നിന്റെ മേൽ ഇന്ന് വെളിപ്പെടും. നിന്റെ നാവിന്റെ തുമ്പിൽ പ്രവചന ശുശ്രൂഷ ഇന്ന് പകൽ വെളിപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോ. ആത്മാവ് എന്നോട് പറയുന്നു, കൃപാവരങ്ങൾ ഇതിനകത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പോകുക. ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പോകുക. കൃപാവരങ്ങൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പോകുക. ചിലതിന്റെ മേൽ അതിശക്തമായ കൃപാവരങ്ങൾ ഇന്ന് പകൽ ഉടലെടുക്കട്ടെ. യെസ് യെസ്. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചിലത് ഇന്ന് പകൽ തുടങ്ങട്ടെ. ചിലത് ആരംഭിക്കട്ടെ. ചിലത് ഇന്ന് പകൽ തുടങ്ങട്ടെ. കൃപാവരങ്ങൾ ആമേൻ ഓപ്പൺ ആവട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിശക്തമായ കൃപാവര ശുശ്രൂഷ ഇതിന്റെ നടുവിൽ. യെസ് യെസ്. അതിശക്തമായ അഭിഷേകത്തിന് പകർച്ച. ആ കൃപാവരങ്ങൾ, അഭിഷേകത്തിന് പകർച്ച ഇവിടെ മേൽ വീഴട്ടെ. ഇവിടെ മേൽ വീഴട്ടെ. ഇവിടെ മേൽ വീഴട്ടെ. ഒരു തീ വീഴട്ടെ. ആത്മാവിന്റെ തീ വീഴട്ടെ. ആത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ ശക്തി ഇവന്റെ മേൽ വീഴട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഇവന്റെ മേൽ വീഴട്ടെ. ഇവന്റെ മേൽ വീഴട്ടെ. പരിശുദ്ധാത്മാവേ ആ തീ നിന്റെ കുഞ്ഞുമേൽ വീഴട്ടെ കർത്താവേ. അഗ്നി അഭിഷേക. യെസ്. ആത്മാവേ അങ്ങ് ചലിക്കണമേ. പരിശുദ്ധാത്മാവേ ആ തീ നിന്റെ മക്കളുടെ മേൽ വീഴട്ടെ. ഈ പെട്ര ചർച്ചിനകത്ത് ഒരു നിയോഗത്തിന്റെ ഒരു പകലായി മാറട്ടെ. ആമേ. ചില മോശമാരെ കത്തിച്ച് പുറത്തു കൊണ്ടുവരാ. ഈ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ആ തീ വീഴട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ തീ എന്നെ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. എന്നാൽ എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും തീയാലും നിന്നെ അഭിഷേകം ചെയ്യോ. പരിശുദ്ധാത്മാവിനാലും തീയാലും ദൈവം നിന്നെ അഭിഷേകം ചെയ്യോ. പ്രാപിച്ച ദൈവ മക്കളെ, ഉപവാസത്തിന്റെ നടുവിൽ നിന്നെ പറ എന്നെ ഒന്ന് കത്തിക്ക് കർത്താവേ. എന്നെ ഒന്ന് കത്തിക്ക്. അനേക മോശമാരെ, അനേക അഭിഷിക്തന്മാരെ ഈ പട്ടണത്തിൽ നേടിയെടുക്കാൻ അനേക മോശമാരെ തിരിച്ചു കൊണ്ടുവരാ. പിന്മാറിപ്പോയ അനേക മോശമാരെ മടക്കി കൊണ്ടുവരാ. ഒരു അഭിഷേകം. എനിക്ക് നിശ്ചയമായിട്ട് പറയാ, ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ മേൽ അസാധാരണ ദൈവശക്തി അവർ. ഇതൊരു നിയോഗത്തിന്റെ പകലാണ്. ഞാൻ കുറച്ചുകൂടി കയറ്റി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം.
ആമൻ ആമൻ ആമൻ. ദൈവത്തിന്റെ നിയോഗമില്ലാത്ത ഒരെണ്ണം ഇന്ന് പകൽ ഇതിനകത്തില്ല. ഇതിനകത്ത് വന്നതൊക്കെ നിയോഗമുള്ളതാ. അതൊരു ഒരു ഐഡന്റിറ്റി കർത്താവ് എനിക്ക് തരികയാണ്. നിയോഗമുള്ള ചിലതിന് അകത്ത് ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി. ഭാഷ തമ്പുരാൻ അത് ചെയ്യും. എനിക്കറിയത്തില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് രാജപൂവക്കാല പാസ്റ്ററിന്റെ ചർച്ചിൽ 12ാമത്തെ ദിവസം അതൊക്കെ 12ാമത്തെ ദിവസം തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ആലയത്തിനകത്ത് ലിറ്ററലി ലൈവായി തീ ഇറങ്ങി വരുന്നു. തീ പിടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ക്രൗഡാണ്. തീ പിടിച്ചിട്ട് ആലയത്തിന് പുറത്ത് നിൽക്കുക. അതുവരെ ജനത കാട്ടു തീ പിടിക്കുന്ന പോലെ ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാറ്റിനും തീ പിടിക്കും. ഇന്നലെ എന്നെ ആ ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസേ അന്ന് കത്തിയതാ ഇന്ന് വരെ നിന്നിട്ടില്ല. 21 പക്ഷെ നിർത്താൻ പറ്റില്ല. ഇന്ന് പകൽ അത് ഇവിടെ ഓപ്പൺ ആകിയ, ഞാൻ ചുമ്മാ പറയാൽ അതിവിടെ ഓപ്പൺ ആകിയ ആ പരിശുദ്ധാത്മാവിന്റെ കലം അവൻ അടുത്ത ദിവസമൊക്കെ മീറ്റിങ്ങിന് വരുന്ന ദൈവദാസന്മാർക്ക് ഇവിടെ ശുശ്രൂഷിപ്പാൻ കഴിയാത്തതുപോലെ ആത്മാവിന്റെ നിറവ് ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ മേഘം അതിനകത്ത് ഇറങ്ങിയിട്ട് അവൻ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ ഇറങ്ങിയിട്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ നിൽപ്പാൻ കഴിയാത്തതുപോലെ ഈ പെട്ട ചർച്ചിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് അവൻ ഇതിനകത്ത് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടു, വിശ്വസിക്കുന്നവർ പ്രാപിച്ചോ. ആരും മടിപിടിച്ചിരിക്കല്. അന്യഭാഷ പ്രാപിച്ചവർ മുഴുവൻ അന്യഭാഷയിൽ ആരാധിച്ചോ. ദൈവദാസന്മാർ, ലീഡേഴ്സ്, നിങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ടെങ്കിൽ ഇറങ്ങി കൈവച്ച് പ്രാർത്ഥിച്ചോ, ഇറങ്ങി കൈവച്ച് പ്രാർത്ഥിച്ചോ. ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല, ഈ മക്കളുടെ മേലല്ല, കൈവച്ച് പ്രാർത്ഥിച്ചോ. ഈ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകത്തെ നിറയട്ടെ. നമ്മുടെ തലമുറ മുഴുവൻ കൈവച്ച് പ്രാർത്ഥിച്ചോ, കൈവച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ആത്മസാന്നിധ്യം ചലിക്കുക, ആത്മസാന്നിധ്യം ചലിക്കുക, ആത്മസാന്നിധ്യം ചലിക്കുക. ഇത് നിന്ന് പോവില്ല, ഇത് നിന്ന് പോവത്തില്ല, ഇത് നിന്ന് പോവത്തില്ല, ഇത് നിന്ന് പോവത്തില്ല. ഒരു മീറ്റിംഗ് കൊണ്ട് തീരുന്നതല്ല ആത്മാവിന്റെ ഉണർവ്. പെന്തക്കോസ്തിന്റെ അനുഭവം ഇതിനകത്ത് തുടങ്ങട്ടെ. പെന്തക്കോസ്തിന്റെ അനുഭവങ്ങൾ ഇതിനകത്ത് ആരംഭിക്കട്ടെ. പെന്തക്കോസ്തിന്റെ അനുഭവങ്ങൾ ഇതിനകത്ത് ആരംഭിക്കട്ടെ. അതിശക്തമായ നിലയിൽ രോഗികൾ സൗഖ്യമാവട്ടെ, ഭൂതങ്ങൾ വിട്ടുപോവട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ ഉടയട്ടെ. ആരാധനയുടെ ശക്തി ഇതിനകത്ത് ഉണ്ടാകട്ടെ. അൽഘടകടകദന ഇബനഗടകദന ഉടമനഗടക ഇബനഗടകദന റീബൽ ഘടകദന ഉടൽ പൗഷംദലര റീബ രഗംധന അൽഘന ജനാര റീബ രഗംധെ അൽഘടകടകദന. പരിശുദ്ധാത്മാവിൽ പ്രവചിക്ക്, പരിശുദ്ധാത്മാവിൽ പ്രവചിക്ക്, ആത്മാവിൽ പ്രവചിക്ക്, ആത്മാവിൽ പ്രവചിക്ക്. വെളിപ്പാടിന്റെ തലങ്ങൾ ഇന്ന് പകൽ തുറക്കട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായതുപോലെ അന്യഭാഷയല്ല, അന്യഭാഷകൾ, അന്യഭാഷകൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഭൂതങ്ങൾ വിട്ടുപോകട്ടെ, രോഗികൾ സൗഖ്യമാവട്ടെ. ഓ ഓ ഓ ഓ ഓ ഈ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറയുന്നു, ഈ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറയുന്നു, ഈ മക്കളെല്ലാം ആത്മാവിൽ നിറയുന്നു, ഈ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ നിറയുക. വിട്ടുപടി വിട്ടുപടി. അടുത്തിരിക്കുന്നവരെ നീ നോക്കരുത്, അടുത്തിരിക്കുന്ന വ്യക്തിയെ നീ നോക്കരുത്. ആത്മാവിൽ ചലിക്ക്, ആത്മാവിൽ ചലിക്ക്. ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം ചലിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം.
കുഞ്ഞുങ്ങളെ, മക്കളെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ കൈവച്ച് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകത്തെ നിറയുക. ഈ മക്കൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച്. യെസ് യെസ് ദൈവദാസിമാരെ കൈവച്ച് പ്രാർത്ഥിക്ക്. ഈ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം അഭിഷേകം ഇറങ്ങട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മുഖത്തിൽ അമിക്കാൻ അഴിയട്ടെ, ആത്തകൾ ഒഴിയട്ടെ, ഒറ്റകൾ തകരട്ടെ. തലവം ശബരം തലവം നവരം തലവ കുണരം തലവും നവരം തലവും ശബരം തലവും നവന കുണരം തലവും നവരം തലവും ശബന പരിശുദ്ധാത്മാവേ, 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 തീ പിടിക്കട്ടെ ജനത്തിന്റെ കാലുകളിൽ, ജനത്തിന്റെ കരങ്ങളിൽ, അവിടെ ഹൃദയത്തിൽ ചൂട് പിടിക്കട്ടെ. Holy Baba 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 da 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 da. Oh Jesus. Holy Baba 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 da 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 da. Holy Baba da 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 da. Holy Baba Baba da 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 da. Oh, Jesus, Jalaba, 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 Huri, Bidi, 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 Jala, 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 Kunaram, Jalabum, Jabara, Jalabum, Jabara, Jalabum, Jabara, Jalaba, Jabara, Udabara, Jalabum, Jabara, Jalabum, Jabara, Jalaba, Jabara, Jalaba, Udabara, Jabara, 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 Shara, Jabara. Al karega daga di bala 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 shara bala bari bala ba. Hori ba 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 na dhala jana dhala. Da 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 raja da da raja. Kunaram thalabum dabara jalaba dabara thalabum dabara thalabum dabara. Jesus. Kunaram daga di bala 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 bari bala 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 bala. Shabara bala 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 bala. Shiva Baba da 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 da. Halka da 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 riba da da re 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 re. Oh riba da bala 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 bala. Uda bala riba da bala 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 uda bala riba da bala 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 ho daga 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 daga. Parishuddhatmave, Parishuddhatmave. Holy kalaram kalabam dabara kalabam dabara kalabam dabara. Kunaram daga 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 bala 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 bala.
പിതാവേ, ഈ ആത്മസാന്നിധ്യം ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കട്ടെ. അളവ് കൂടാതെ ഇതിനകത്ത് നിറഞ്ഞു കവിയട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആ ദൂതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന സബ്ജക്റ്റ് ഞാൻ തൊട്ടിട്ടേയില്ല, പക്ഷെ തൊടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൺപതാമത്തെ വയസ്സിൽ പിന്മാറി നടന്നവനെ ആ മുള്ളിൽ കത്തിയ തീയിൽ ദൈവം മടക്കി കൊണ്ടുവന്നു. ഇനി അതിനകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്നാ നിങ്ങൾക്കറിയാമോ? ആ കത്തുന്ന തീയുടെ കാഴ്ച എന്തെന്ന് കാണാൻ ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ആ കത്തുന്ന തീ എന്തെന്ന് ഞാൻ പോയി നോക്കട്ടെ. അപ്പൊ തീ കത്തിയാൽ നോക്കാൻ ചിലർ വരും. ആരെന്തു പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം കത്തുക, ചിലർ വരിക. ഞാൻ സ്തോത്രം ഇതിനിടയ്ക്ക് കുറിച്ച് ഓപ്പണായിട്ടങ്ങ് പറയുക കേട്ടോ. ലൈവിലൊക്കെ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഓപ്പണായിട്ട് പറയുക. ഈ കുറ്റം പറയാൻ വരുന്നവനും ട്രോളാൻ വരുന്നവനും ഒക്കെ ഒരു കാര്യം ഞങ്ങൾ പറയാം. ഏതായാലും ഞങ്ങളെയൊക്കെ ഓരോ സ്ഥലത്ത് ദൈവം നിർത്തി. അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ടൊക്കെ ഇത്രയും ദൈവം ചെയ്യിപ്പിച്ചു. ഇതൊക്കെ നിസ്സാര കാര്യമല്ല. കർത്താവിൻ്റെ ദാസൻ ഫോട്ടോച്ചി വന്ന് കണ്ടതാ അല്ലേ? അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഒരു കാര്യം. മട്ടാഞ്ചേരി ഒരു ചർച്ച് തുടങ്ങുക, മട്ടാഞ്ചേരിയുടെ നടുവിൽ ഒരു ചർച്ച് സ്ഥലം മേടിക്കുക, ചർച്ച് പണിയുക, ആ ചർച്ചിനകത്ത് നിറച്ച് ആള് വരിക, ഇതൊക്കെ ഒന്നും നോർമൽ അല്ല. ആണോ ബോബസേ? അല്ല. നിങ്ങൾ കുറ്റം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പകുതി എങ്ങനെ ചെയ്തിട്ട് കുറ്റം പറ. ഞാൻ പറഞ്ഞത് അത്ര ഒന്നും വേണ്ട. ഞങ്ങൾ സ്നാനപ്പെടുത്തിയ പോലെ 10,000 1000 നിങ്ങൾ സ്നാനപ്പെടുത്തണ്ട. ഒരു 100 നീ ഒന്ന് മുക്ക്, എന്നിട്ട് കുറ്റം പറ. 100 പോയിട്ട് ഒരാളോട് പോലും സുവിശേഷം പോലും പറയാതെ, ഒരാളെ പോലും ആലയത്തോട് അടുപ്പിക്കാതെ ചുറ്റി നടന്ന് കുറ്റം പറയാൻ നിനക്കെന്ത് യോഗ്യത? കാത്തുന്നവൻ കത്ത്, പറയുന്നവൻ പറയട്ടെ. റെയ്നാഡ് പോങ്കെ കൊച്ചി വന്നപ്പോൾ പറഞ്ഞൊരു ദൂതുണ്ട്, ഓർക്കുന്നുണ്ടോ? റെയ്നാഡ് പോങ്കെ കൊച്ചി വന്നപ്പോൾ പറഞ്ഞൊരു ഒരു ആത്മവാക്യമുണ്ട്. പുള്ളി പറഞ്ഞു, നരകം കൊള്ളയടിക്കുക, സ്വർഗം നിറയ്ക്കുക. നിങ്ങൾ നാട് ഈ മനുഷ്യന് എന്തിൻ്റെ സൂക്കേടാണ്? വല്ല ആവശ്യമുണ്ട്? 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് ദൈവദാസന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. ഞങ്ങളെ ഒന്നും ഈ പാസ്റ്റർ വെറുതെ വിടത്തില്ല, ഇതുവരെ വിട്ടിട്ടില്ല. ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് ഞങ്ങൾക്കൊക്കെ സ്വോത്രക്കാഴ്ച തന്ന, ഓഫറിങ് തന്ന. എന്താവശ്യം? ഇത്രയും പണം മുടക്കി കഷ്ടപ്പെട്ട് ഉപവാസം ഇരുന്ന് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ദൈവമക്കളെ. ഞങ്ങൾ ഇവിടെ 2 പട്ടണം പണിയാൻ വന്നൊന്നുമല്ല, ദൈവം ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്യാൻ വന്നതാണ്. അത് ചെയ്തിട്ടേ പോവും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നെഹമ്യാവ് ഉണ്ടല്ലോ, നെഹമ്യാവ് ഇന്നലെ അവിടെയും കണ്ട് മരട് അമ്പലത്തിൽ ഒരു പടക്കം പൊട്ടിയപ്പോൾ ആ വെട്ടം കണ്ട് വന്നതൊന്നും അല്ല. മനസ്സിലായില്ലല്ലേ? നെഹമ്യാവേ എവിടെയോ കത്തി കണ്ട വെളിച്ചം കണ്ടു വന്നതൊന്നും അല്ല. നെഹമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. ഒരു മനുഷ്യനെ ഒരു ശുശ്രൂഷകനാക്കുന്നത് 3 കാര്യങ്ങളാണ്. 1 ഇൻഫർമേഷൻ, 2 ഇന്റർസെക്ഷൻ, 3 പാഷൻ, 4 വിഷൻ. നെഹമ്യ ഇതൊക്കെ ഇപ്പൊ കയറി വരുന്നതാ, വേണേ പിടിച്ചു. ഇത് കഴിഞ്ഞ് ചോദിക്കരുത്, ഇത് കഴിഞ്ഞ് ചോദിച്ചാൽ എനിക്ക് അറിയത്തുമില്ല. ഇതൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ തമ്പുരാൻ തരുന്നതാ. ഒരു ശക്തമായ ഒരു ശുശ്രൂഷ ഒരാൾ ചെയ്യണമെങ്കിൽ ആദ്യം അയാൾക്കൊരു ഇൻഫർമേഷൻ വേണം. ആ പട്ടണത്തെക്കുറിച്ചൊരു ഇൻഫർമേഷൻ. അത് നെഹമ്യാവ് കേട്ടു. ആ ഇൻഫർമേഷൻ പുള്ളി എന്ത് ചെയ്തു? ഇന്റർസെക്ഷൻ ആക്കി. എന്ത് ചെയ്തു?
മധ്യസ്ഥതയാണിച്ചു. ആ ഇന്റർസെക്ഷനിൽ നിന്നും പുള്ളിക്കൊരു പാഷൻ ഉണ്ടായി. അതാ ദുഃഖിച്ച് കരഞ്ഞ്. ആ പാഷൻ തൻ്റെ വിഷനായി അതാ മതിൽ പണിതത്. മനസ്സിലായില്ലേ? ഇത് ഇൻഫർമേഷനും ഇല്ല, ഇന്റർസെക്ഷനും ഇല്ല, പാഷനും ഇല്ല, വിഷനും ഇല്ല. അല്ല, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആ പദവൊക്കെ എനിക്ക് ഇഷ്ടമാ. ആമൻ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ പണിയും. കർത്താവിന്റെ ദാസന്മാര് പറഞ്ഞു, ഞാൻ പണിയുന്നല്ല, ഞങ്ങൾ പണിയും. കർത്താവ് ഏകവചനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ബഹുവചനത്തിൽ പറയുന്നു, ഈ പെട്രാ ചർച്ചിനെ ഞങ്ങൾ പണിയും. എല്ലാവരും ഒന്ന് പറയുന്നേ, ഇതിനെ ഞങ്ങൾ പണിയും. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും സഭയ്ക്ക് വേണ്ടി രക്തം കൊടുത്തവൻ ദൈവമല്ലേ? അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, തന്റെ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ച സഭ. സഭ ആരുടെയും വീട്ടുവകയല്ല, ആണോ? സഭ കർത്താവിൻ്റെ. കർത്താവ് നോക്കിക്കൊള്ളൂ. അടുത്തിരിക്കുന്ന 2 പേരോട് പറഞ്ഞു, സഭ കർത്താവിൻ്റെതാണ്. കർത്താവ് നോക്കിക്കോളൂ, കർത്താവ് കാര്യം ചെയ്തോളൂ. ഇന്ന് വില മുടക്കിയവൻ അവനല്ലേ? വില മുടക്കിയവൻ ആരാ? വില മുടക്കിയവൻ അവനാ. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞ് വില മുടക്കിയത് കർത്താവാന്നേ. സ്വത്രം. അതിന് വിലയുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു 5 മിനിറ്റ് കൂട്ടി എടുത്തോട്ടെ. 5 മിനിറ്റ് കൂടുതൽ പോകത്തില്ല. എന്നിട്ട് വൈകിട്ട് വരണം കേട്ടോ. 10 പേരെ വിളിച്ചോണ്ട് വരണം. എവിടെങ്കിലുമൊക്കെ പോയി വിളിച്ചോണ്ട് വരണം. ഒരല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാളെ വൈകിട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരു സമ്മാനം തരും. വഴി ഇറമ്പി, അങ്ങനെയല്ല കർത്താവ് പറഞ്ഞേ, പോയിട്ട് വഴി ഇറമ്പി കാണുന്ന ആരെങ്കിലും ബംഗാളി എങ്കിൽ ബംഗാളി കൊണ്ടുപോകാം. ഹിന്ദി അറിയില്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ വെച്ച് നമുക്ക് പ്രസംഗിക്കാം. ഒരു സ്വതന്ത്രം പറഞ്ഞു. പക്ഷെ വെറും കൈയോടെ പോരരുത്. കുറേ നാളായില്ലേ ഇങ്ങനെ ഹാൻഡ് ബാഗ് എടുത്ത് ഒറ്റക്ക് വരുന്നത്. ഇനി ആരെങ്കിലും കൊണ്ടുപോകാം. അടുത്തിരിക്കുന്ന വരുമ്പോൾ ആരെ കൂടി കൊണ്ടുവരണം. നിങ്ങളെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെ ഒരു ദർശനത്തോടെ പോയിക്കേ, അങ്ങനെ ഒരു കാഴ്ചപ്പാടോട് പോയിക്കേ. ഇപ്പം ഇതിൻ്റെ ഭാഷ എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ആഡ് എനിക്ക് അടച്ചു തന്നു. അതൊരു 10 പേര് കഴിച്ചു കൊടുക്കും. ഞാനെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. ആരെങ്കിലുമൊക്കെ ഓൺലൈൻ കയറട്ടെ, ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുത്തു, വരുന്നെങ്കിൽ വരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് അസൂയുണ്ടോ? പിന്നെ സ്വത്രം. ഈ തീ കത്തിയ തീയുടെ നടുക്ക് നിന്ന് മോശ ഒരു ശുശ്രൂഷകനായി. ഓക്കെ, 5 മിനിറ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? 5 കാര്യം പറയാം. 5 മിനിറ്റിനകത്ത് 5 കാര്യം. മോശയാക്കി മാറ്റിയത് മോശ കണ്ടതായ 5 ദർശനമാണ്. മറന്നു പോവോ? ഒന്നുകൂടി പറഞ്ഞേ. അല്ല, പൂർത്തീകരിച്ച്. മോശയാക്കി മാറ്റിയത് മോശ കണ്ടതായ 5 ദർശനം. വേണോ? കേൾക്കണോ? വേണ്ടേ? അത് വേണമെങ്കിൽ നല്ല 2 അല്ലലിയോ പറയണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം എടുക്കേ. 3-ന്റെ 2-ാമത്തെ വാക്യം. ആമേൻ. ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കാം അല്ലേ? ആമേൻ. മുൾപ്പടർപ്പിൽ തീ പിടിച്ച് കത്തുന്നു, പക്ഷെ മുൾപ്പടർപ്പ് എന്ത് ചെയ്യുന്നില്ല? കത്തുന്നില്ല. നിങ്ങൾ കുറിച്ചു വെച്ചോ. മോശ കണ്ട 1-ാമത്തെ വിഷൻ, ദൈവം സ്നേഹമാണ്. കാരണം തീ കത്തുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? കത്തിപ്പോകുന്നില്ല. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. യാത്ര തീ പിടിച്ചാലും നീ കത്താൻ അനുവദിക്കത്തില്ല. 2, താൻ കണ്ട ദർശനം. ആമീൻ. 3-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? 3-ാം അധ്യായം തന്നെ അതിൻ്റെ സ്തോത്രം 8-ാമത്തെ വാക്യമാ തോന്നുന്നു. ഒന്ന് വായിച്ചേ. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കത്തുന്ന മുൾപ്പറപ്പിന്റെ നടുവിൽ സമൃദ്ധിയുടെ വിഷൻ കണ്ടു. എന്ത് ദർശനം? നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ മോശ അത് കണ്ടു. ഒന്ന് കണ്ടു എന്നാ? ഞാൻ വൈകിട്ട് വരുമ്പോൾ ചോദിക്കും. പറയാത്തവർക്ക് 1000 രൂപ ഫൈനാണ്. എൻ്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ തിരിച്ചു പഠിക്കും. അപ്പൊ അത് കേട്ടോ. 1-ാമത്തെ ദർശനം എന്താ മക്കളെ? മോശ കണ്ട വിഷൻ. ദൈവം ആരാണ്? 2, മോശ കണ്ടു സമൃദ്ധിയുടെ ദർശനം. 3, അതിന്റെ 6-ാമത്തെ വാക്യം.
ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും ഇത് യാക്കോബിന്റെ ദൈവവുമായി. എവിടുന്ന ഈ അശരീരി വരുന്നത്? അവിടെയാണ് സ്വതന്ത്രം. ഞാൻ വായിച്ചോ 3:6 വായിച്ചോ. ഞാൻ അബ്രഹാമിന്റെ ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. മൂന്നാമത് അവൻ കണ്ടത് വിശ്വസ്തതയുടെ ദർശനം. ഒരു ആമീൻ പറ. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്റെയും ദൈവം. തീയുടെ നടുക്ക് 3. 4 അതിന്റെ 5-ാമത്തത്. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. 4 വിശുദ്ധിയുടെ ദർശനം. എന്താണ് ഇപ്പൊ എത്രയായി? ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് പറഞ്ഞ. 1. പാസ്റ്റർ മാത്രമേ പറയുന്നുള്ളൂ. 5 വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. അതിന് മോശെ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല. കയ്യിലിരിക്കുന്നത് എന്ത്? ഒരു വടി. അത് എനിക്ക് തോന്നുന്നു 3-ാം വാക്യം തോന്നല്ലേ? 2-ാം വാക്യം. യഹോവ അവനോട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് നിലത്ത് ഇടുക. സമർപ്പണത്തിന്റെ ദർശനം. അച്ഛാ, ഈ 5 വിഷനാണ് മോശയെ മോശയാക്കി മാറ്റിയത്. മനസ്സിലായോ? ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് കുറിച്ച് വെക്കണം. ഇതിനെ കോപ്പി റൈറ്റ് ചെയ്യാൻ തരുന്നു. ഇത് പഠിക്കണം, പ്രസംഗിക്കണം. ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസം പ്രസംഗിക്കാം. ദൈവം സ്നേഹമാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്, ദൈവം വിശുദ്ധനാണ്, സമർപ്പണത്തിന്റെ ദൈവമാണ്. കണ്ണടക്ക അല്ലേ? വൈകിട്ട് ഒരുമിച്ച് പറഞ്ഞേ. കണ്ണടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം കണ്ണുമടച്ചേ.